പുരുഷന്മാർക്ക് മൈലാഞ്ചി ഇടൽ ഹറാമാണ്. താടി നരച്ചാൽ അതിന് മൈലാഞ്ചി ഇടുന്ന ഹുക്കുമല്ല പറയുന്നത്, പൊതുവിലുള്ള ഹുക്കുമാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്പൊ പുരുഷന്മാരാകുന്ന മയ്യത്തിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കല് ഹറാമും. വയുക്റഹു ഫിന്നിസാഇ വസ്ബിയാനി, ചെറിയ കുട്ടികൾക്കും സ്ത്രീകൾക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കല് കറാഹത്തുമാണെന്ന് അലി ഷിബ്ര മല്ലസി നിഹായ എന്ന് പറയുന്ന കിതാബിന്റെ ഹാഷ്യ അലി ഷിബ്ര മല്ലസി പറയുന്നതായി ജമൽ എന്ന് പറയുന്ന ഫിഖിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെയും ഒഴിവാക്കലാണ് നല്ലത് എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. ഇനി നേരെ മയ്യത്ത്, നമുക്ക് നിസ്കാരവും കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. നേരെ മയ്യത്ത് ഖബറിലേക്ക് എത്തുകയാണ്. ഇവിടെ എല്ലാവരും ഇന്ന് നാടുകളിൽ എല്ലാ നാട്ടിലും നടക്കുന്ന അനാചാരം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും തെറ്റായ ഒരു വശം മയ്യത്ത് ഖബറടക്കുന്നതിനു മുമ്പ് ഞാൻ തിരുത്തേണ്ടതാകുന്നു. രണ്ടാമതായി ചില നാടുകളിൽ ചില വിവരമില്ലാത്ത ജനങ്ങളുടെ വിശ്വാസവും തിരുത്തേണ്ടതാകുന്നു. അത് എല്ലാ നാട്ടിലുമില്ല. ഞാൻ ആദ്യം പറയുന്ന കാര്യം എല്ലാ നാട്ടിലുമുണ്ട്. അതെന്താ? ഇപ്പൊ നിങ്ങൾ പലവരും നിങ്ങളുടെ നാടുകളിൽ മയ്യത്ത് ഖബറടക്കുന്ന ആ ഖബറിന്റെ അടുക്കൽ നിൽക്കുന്നവരും ഞാനീ പറയാൻ പോകുന്ന അവസ്ഥ നിങ്ങളിൽ നിന്ന് പലവരിലും ഉണ്ടാകുന്നതും നമ്മുടെ എല്ലാ മഹല്ലത്തിലും നടക്കുന്നതുമാണ്. അതെന്താ? അതായത് മയ്യത്ത് ഖബറടക്കുമ്പോ ഒരു വസ്ത്രം കൊണ്ട് ഖബറിനെ മൂടൽ സുന്നത്താണ്. ശ്രദ്ധിക്കണം, ഒരു ഖബറിനെ ഒരു വസ്ത്രം കൊണ്ട് മൂടൽ സുന്നത്താണ്. അത് പുരുഷനായ മയ്യത്താണെങ്കിലും ശരി. ഇൻകാനൽ മയ്യിത്തു റജുലൻ, മയ്യത്ത് പുരുഷനാണെങ്കിലും ശരി എന്ന് മിൻഹാജിന്റെ മത്നിൽ തന്നെ കാണാം. അപ്പൊ കാരണം എന്താ? ഈ മയ്യത്തിൽ യാദർശികമായി ശ്രദ്ധിക്കുക, യാദർശികമായി മയ്യത്തിന്റെ കഫൻ തുണി എങ്ങാനും വെളിവായി മയ്യത്തിന്റെ ശരീരം മറ്റുള്ളവർ കാണുന്ന അവസ്ഥ വരാതിരിക്കാനാണ് മയ്യത്ത് ഖബറടക്കുന്ന സമയത്ത് ഒരു തുണി കൊണ്ട് മൂടല് സുന്നത്താണ് എന്ന് പറഞ്ഞത്. അവിടെ തന്നെ തൊഹിഫ പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു, ആ മയ്യത്ത് സ്ത്രീയാണെങ്കിൽ അത് പ്രത്യേകം സുന്നത്താണ്. പുരുഷന്റെ ഒരു ശരീരം പെട്ടെന്ന് വെളിവായി, കാരണം മയ്യത്ത് ഖബറടക്കുന്നത് പുരുഷന്മാരായിരിക്കും, അത് പ്രയാസമില്ല. നേരെ മറിച്ച് സ്ത്രീയാണെങ്കിൽ അത് പ്രത്യേകം സുന്നത്താ. ഇവിടെ നമ്മൾ ഒരുപാട് വിഷയങ്ങളുടെ ഗൗരവം ചിന്തിക്കണം. ഒരു മയ്യത്ത് ഖബറടക്കുന്ന സമയത്ത് ഖബറിനെ വസ്ത്രം കൊണ്ട് മൂടൽ സുന്നത്താണ്. അല്ലായങ്കശിഫ, ആ മയ്യത്ത് വെളിവാവാതിരിക്കാൻ. യാദർശികമായി മയ്യത്തിന്റെ ശരീരം എങ്ങാനും വെളിവായാൽ മറ്റുള്ളവർ കാണാതിരിക്കാൻ. നിങ്ങൾ ആ നിലക്ക് ഈ ഒരു മസ്അലയിൽ നിന്ന്, ഈ മഹാന്മാർ പറഞ്ഞ ഈ ഒരു സുന്നത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ നാടുകളിൽ മരിച്ച ഉടനെ എല്ലാരും വന്ന്, നാനാജാതിക്കാരും വന്ന്, എല്ലാ മതസ്ഥരും വന്ന്, എല്ലാ ആശയക്കാരും വന്ന്, ആണുപെണ്ണ് വ്യത്യാസമില്ലാതെ മയ്യത്തിന്റെ മുഖം കാണുന്നതിന്റെ ഗൗരവം എന്നാലോചിച്ചോ കാണി. ഈ ഒരു മസ്അലയിൽ നിന്ന് ഒരു മയ്യത്തിനെ കഫൻ ചെയ്ത് ഖബറിലേക്ക് ഇറക്കുന്നപ്പോൾ വരെ ഖബർ വസ്ത്രം കൊണ്ട് മൂടല് സുന്നത്താണ് എന്ന് പറയുമ്പോ അത്രത്തോളം മയ്യത്ത് വെളിവാവാൻ പാടില്ല. ഒന്ന്, അവിടെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഒന്നുകൂടി പറയട്ടെ, അത് ഇന്നലെ നമ്മൾ പറയാൻ മറന്നുപോയതാണ്. അഥവാ പല നാടുകളിലുമുള്ള അവസ്ഥ. എന്റെ ക്ലാസ് കൊണ്ട് സാധുവായ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മയ്യത്ത് കൊലിപ്പിച്ച് കഫൻ ചെയ്തത് ഖബറടക്കല്ല. നമ്മുടെ സമൂഹത്തിൽ തെറ്റായും അന്ധവിശ്വാസമായും ആചാരങ്ങളുമായി തെറ്റായ പലതും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അത് ഒഴിവായി ഒരു യഥാർത്ഥമായ അവസ്ഥയിലേക്ക് നമ്മുടെ വീടും നമ്മുടെ മഹല്ലുമായി തീരണം. അതെന്താ? എല്ലാ നാട്ടിലുള്ള ഒരു പരിപാടിയാണ് മയ്യത്ത് കഫൻ ചെയ്ത് ലാസ്റ്റിന് മുഖം കൂടി മറക്കാണ്ടാവുമല്ലോ. ഇനി ആരെങ്കിലും കാണാനുണ്ടോന്ന് ചോദിച്ചിങ്ങാണ്ട് ഒരു വിളിയാളം. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഴുവൻ KMIC ശ്രോതാക്കളോടും പറയുന്നു, അത് നിർത്തലാക്കേണ്ടതാകുന്നു. എന്തേ കാരണം? അത്യാവശ്യമുള്ളവർ കാണുന്ന മസ്അല അവിടെ ഇരിക്കട്ടെ. ഇനി അവന്റെ ഭാര്യയും ഉമ്മയും പെങ്ങന്മാരും എല്ലാവരും കണ്ടിട്ടുണ്ടാകും.
ഇനി ഈ അവസാനത്തെ രംഗം ഒന്നുകൂടി കാണുമ്പോ അവരുടെ മനസ്സ് ക്ഷമ കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. അവരെങ്ങനെ ദുഃഖം കടിച്ചമർത്തി നിൽക്കുകയാണ്. ആ സമയത്ത് അവസാനത്തെ ഒരു കാണല്, ആ മയ്യത്തിനെ കഫക്കും ചെയ്ത് ആ പഞ്ഞക്കും വെച്ചുള്ള രംഗം ആ കുടുംബ മിത്രാദികൾ കാണുമ്പോ സ്വാഭാവികമായും ആ ക്ഷമ പിടിച്ചു നിൽക്കുന്ന, ദുഃഖം കടിച്ചമർത്തി നിൽക്കുന്ന ഭാര്യന്റെ, പെങ്ങന്മാരുടെ, ഉമ്മാന്റെ ശബ്ദം അവിടെ ഉയർന്നേക്കാം. ഒരുപാട് പുരുഷന്മാര് ഈ സ്ത്രീകളെ കാണാനും ആ സ്ത്രീകളുടെ ശബ്ദം കേൾക്കാനും കാരണമാകുന്ന വലിയ ഒരു അവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഇന്നത്തെ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരായിരിക്കും കാണാനുണ്ടാവുക. അതിനു വേണ്ടി പിന്നെ വരുന്നവരും പിന്നെ ആരോ ഗേറ്റ് ഇറങ്ങി വരുന്നുണ്ട്, നിക്കി ഒരാളും ബാധ വരുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ കണ്ടമാനം ഒരു സമയം, ഒരു ഏകദേശം ഒരു അരമണിക്കൂറിലധികം സമയം ഈ മയ്യത്തിന്റെ മുഖം കാണാൻ, വീണ്ടും മയ്യത്ത് ഖബറടക്കലിനെ പിന്തിപ്പിക്കാൻ. ഞാൻ അവിടേക്ക് അതിന്റെ ഗൗരവം തിരിയാൻ, നിങ്ങൾ ഇന്നും മയ്യത്ത് ഖബറടക്കൂല എന്ന് പറഞ്ഞ് ബേജാറാവുന്നതിനു പകരം ഓരോ മസ്അലയുടെ ഗൗരവം ആലോചിക്കണം. മഹാന്മാര് കിതാബിലൊക്കെ പറഞ്ഞൊരു മസ്അല എന്താ, പക്ഷെ ഇന്ന് വലിയ വലിയ നേതാക്കന്മാര് മരിക്കുമ്പോ അതിന് സാധിക്കുന്നില്ല. അതായത് ഒരിക്കൽ മയ്യത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇനി മയ്യത്ത് ഖബറടക്കിയിട്ട് ഖബറുകൾ വെച്ച് നിസ്കരിക്കുകയാണ് വേണ്ടത്, അല്ലാതെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കല്ല വേണ്ടത്. നിങ്ങൾക്ക് അവിടെ ഇഷ്കാല് വരും. എന്ത്? അപ്പൊ വലിയ വലിയ താജുല്ലുലമ വഫാത്തായപ്പോ 35 പ്രാവശ്യമാണ് നിസ്കരിച്ചത്. പക്ഷെ അവര് ഈ മസ്അല പറഞ്ഞിടത്ത് മഹാന്മാർ അതിന് പറഞ്ഞ കാരണം എന്താ, അത്രയും പെട്ടെന്ന് നേരത്തെ മയ്യത്ത് ഖബറടക്കുക എന്നുള്ളതാ. അപ്പൊ മയ്യത്ത് ഖബറടക്കാൻ ആവശ്യമില്ലാതെ സമയം പിന്തിപ്പിക്കാൻ പാടില്ല. എന്നിട്ട് ഈ അവസാനത്തെ കാണലിന് വേണ്ടി ആണും പെണ്ണും കലരുകയാണ്. നോക്കി, ഞാൻ അവിടെ മറ്റൊരു മസ്അലയിലേക്ക് നിങ്ങൾ സൂചിപ്പിക്കാൻ, അറഫാ ദിനത്തിന്റെ അന്ന് അസറിന്റെ ശേഷം അറഫയിൽ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പ്രത്യേകമായ ദുആയും പ്രാർത്ഥനയും, അത് സുന്നത്തില്ലാന്ന് ചില ഫുഖഹാക്കൾ പറയുന്നുണ്ട്. എന്തേ സുന്നത്തില്ല എന്ന് പറയാൻ കാരണം, അങ്ങനത്തെ ഒരു അറഫാ ദിവസം അസറിന്റെ ശേഷം ഒരുമിച്ച് കൂടിയിട്ട് ഒരു ദുആ അറഫാ ഭൂമിയിൽ നടക്കുമ്പോ അതൊരു പാട് സ്ത്രീ പുരുഷന്മാര് കലരാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഇക്കാര്യം എന്തില്ല, സുന്നത്തില്ല എന്നാണ്. അപ്പൊ നമ്മൾ ഈ മയ്യത്തിന്റെ മുഖം അവസാനത്തെ കാണലിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോ യാനും പെണ്ണും കലർന്ന് കണ്ടമാനം സമയം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇനി അങ്ങനെ നമ്മൾ ആരെങ്കിലും കാണാനുണ്ടോന്ന് ചോദിക്കുമ്പോ നമ്മൾ ആ വഴിക്ക് ചെല്ലരുത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഏതോ ഒരു കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ കിതാബ് ഇപ്പോ എവിടെയാണെന്നത് ഓർമ്മ വരുന്നില്ല. പൊതുവിൽ മയ്യത്തിന്റെ ശരീരം മുഖമായാലും ഔറത്തല്ലാത്ത ഭാഗങ്ങളായാലും മയ്യത്തിന്റെ ശരീരം ആവശ്യം കൂടാതെ കാണൽ ഹറാമാണെന്ന് വരെ ഫുഖഹാക്കൾക്ക് അഭിപ്രായമുണ്ട്. അത് ഏതോ ഒരു കിതാബിൽ കണ്ടതായി ഞാൻ തോന്നുന്നു. ഏതെങ്കിലും ക്ലാസ് റൂമിലെ ഉസ്താദുമാരുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ അറിയിച്ചാൽ ഉപകാരമായിരുന്നു. അപ്പൊ അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇരിക്കട്ടെ, ഞാൻ പറയുന്ന വിഷയം എന്താ, നമ്മൾ ഈ ഖബറിനെ മയ്യത്തിനല്ല മൂടേണ്ടത്. ഖബറടക്കുന്ന സമയത്ത് ഖബർ മൂടുക ഇന്ന് നമ്മളെ നാട്ടിലേക്ക് നടക്കുന്നത് എന്താ, വാസ്തവത്തിൽ അതിന്റെ രൂപം ഞാൻ പറയാം. ഈ മയ്യത്തിന് ആരു മാത്രമേ ഖബറടക്കുമ്പോ കാണാവൂ? ആരു മാത്രം? ആ ഖബറിൽ ഇറങ്ങുന്നവരും ഈ മുകളിൽ നിന്ന് ഖബറിലേക്ക് മയ്യത്തിനെ കൊടുക്കുന്നവരും മാത്രം. അങ്ങനെ ആ രൂപത്തിൽ എന്ത് വേണം, ഈ മുകളിൽ നല്ലൊരു വസ്ത്രം കൊണ്ട്, അത് പായയാവാം, ദാൽപ്പായയാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേലാപ്പ് പോലത്തെ തുണി കൊണ്ടുള്ളതാവാം, ഏതുകൊണ്ടും ആവാം, അത് മെല്ലെ താഴ്ത്തി പിടിക്കണം. എന്നിട്ട് മറ്റൊരാളും ഈ ഖബറിലേക്ക് നോക്കാൻ പാടില്ല എന്നാണ് മസല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വലിയൊരു ദാൽപ്പായി വട്ടത്തിൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാരും ബോധ ഖബറിന്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് ഖബറിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നുണ്ടാവും. ഈ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കാൻ തന്നെ പ്രയാസാകും, ഖബറിന്റെ 4 പുറത്തും ജനങ്ങൾ ഫിറ്റായി നിന്ന കാരണം. അതുകൊണ്ട് എന്റെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, അത് സുന്നത്തിനെതിരാണ്, ഹറാമാണെന്നല്ല പറയുന്നത്, അതൊരു തെറ്റായ ആചാരമാകുന്നു.
അതുകൊണ്ട് നമ്മുടെ മഹല്ലത്തുകൾ എല്ലാ മഹല്ലത്തിലും എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു അവസ്ഥയാണ് മയ്യത്ത് കബറടക്കുമ്പോ ഒരു നാലാള് ഒരു താഴ്പായുടെ 4 മൂലയും വലിച്ചങ്ങാതിനെ പൊന്തിച്ചു പൊതിച്ചു നിൽക്കും. ബാക്കിയുള്ളവരെല്ലാരും പോതെ ഈ പായയുടെ ഉള്ളിലാണ് ഒരുമിച്ച് കൂതല. എന്നാൽ വാസ്തവത്തില് മയ്യത്ത് കബറടക്കുമ്പോൾ ചെയ്യേണ്ടത് എന്ത്? കാരണം ഈ മയ്യത്തിൽ നിന്ന് വല്ലതും വെളിവായാൽ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുന്നത്തന്നെ നടപ്പിൽ വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്ത് വേണം? നല്ലോണം ഈ കബറിൽ നിൽക്കുന്നവർക്ക് തടസ്സമില്ലാത്ത ഒരു രൂപത്തിൽ പായ ഉയർത്തിപ്പിടിക്കുക. കബറ് മൂടുന്ന രൂപത്തില്. ഇന്ന് കബറ് മൂടുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നില്ലേ എല്ലാരും? ഇന്ന് കബറ് മൂടുന്നില്ല. ആരോ വെയില് വല്ലാതിരിക്കാൻ വേണ്ടി പായ പൊതിച്ചിക്കുക. ഇതല്ല സുന്നത്ത്. ഞാൻ കബറടക്കുമ്പോ നമ്മളൊരു ശരിയായ വശത്തിലേക്ക് എത്തിക്കണം. എന്റെ പുരുഷന്മാര് പ്രത്യേകം ഈ ക്ലാസ് ശ്രദ്ധിക്കണം. ഇന്ന് വാസ്തവത്തിൽ പായ പൊരിക്കുന്നത് അല്ലെങ്കിൽ ശീല പൊരിക്കുന്നത് അവിടെ കബറിന്റെ ചുറ്റുഭാഗത്ത് ഒരുമിച്ച് കൂടിയവർക്ക് മഴയാണെങ്കിൽ മഴ കൊല്ലാതിരിക്കാനും വെയിലാണെങ്കിൽ വെയിൽ കൊല്ലാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പുതുത്ത. എല്ലാവരും നീർത്തിപ്പൊരിക്കാൻ എല്ലാവരും ബോധ ഈ പായയിൽ ഒരുമിച്ച് കൂടുക. എന്നിട്ട് കബറിലേക്ക് അങ്ങനെ എത്തി നോക്കുക. അങ്ങനെയല്ല, എല്ലാരും ഒഴിവാകണം. കബറിന്റെ 4 മയ്യത്ത് കബറിലേക്ക് വെച്ച് 3 കല്ല് വെച്ച് ഏകദേശം വന്നിരുന്നത് വരെ എല്ലാരും കബറിന്റെ ഭാഗത്ത് നിന്ന് മാറി നിന്ന് കൊടുക്കണം. എന്നിട്ട് നമ്മൾ 3 പിടി മണ്ണ് വാരിയതാണെന്ത്? അതിനൊക്കെ പിന്നെ കബറിന്റെ ഭാഗത്തേക്ക് ചെല്ലണം. കാരണം 3 കല്ല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മയ്യത്ത് നമ്മൾ കാണൂലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മാറി നിന്ന് ഒരു 2 ആള് നിൽക്കല്ല വേണ്ടത്. ഈ പായ ഈ മറ പിടിക്കുന്നവർ നിൽക്കുകയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, ഇരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇരുന്നും കൊണ്ട് ഈ പായ പൊരിക്കുക. അല്പം ഉയർത്തുക. എന്തിന്? കാരണം ഈ കബറിൽ നിൽക്കുന്നവർക്ക് മയ്യത്തിനെ ഇറക്കാനും ചരിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യം വേണമല്ലോ. ആ നിലക്കെന്താക്കുക? ഈ പായ അല്ലെങ്കിൽ ആ തുണി പിടിക്കുന്നവർ ഇരിക്കുക. എന്നിട്ട് ആ കബറിന്റെ ഉള്ളിൽ ചിലപ്പം 2-3 ആളുകൾ കബറിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും മയ്യത്തിനെ വാങ്ങാനും ഇറക്കാനും. പിന്നെ പുറത്ത് നിന്ന് 1-2 ആളുകൾ ഇതിനെ അങ്ങോട്ട് കബറിലേക്ക് മയ്യത്തിനെ കൊടുക്കാനും. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെ ഇരിക്കുമ്പോ ചിലപ്പോ നിങ്ങൾ പറയും, അപ്പൊ ഉസ്താദ് എങ്ങനെയാ മയ്യത്തിനെ കൊടുക്കുക? ആ മയ്യത്തിനെ കൊടുക്കേണ്ട ഭാഗമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പറയുന്നത് മയ്യത്ത് കൊണ്ടുപോയി വെച്ചാല് ഏത് ഭാഗത്താ? ഇന്നൊന്നും അത് ശ്രദ്ധിക്കണില്ല. അതൊക്കെ ഒരു സുന്നത്തായ വശാണ്. എങ്കിലും അത് ശ്രദ്ധിക്കണം. ചിലപ്പം അത് നടന്നോളണം എന്നില്ല. പള്ളിത്തൊടുവിലാകുമ്പോ പല ഭാഗത്തും നമ്മള് ചിലപ്പോ ഏതെങ്കിലും ഒരു 4 ഭാഗത്തും കബറായിരിക്കും. അതിന്റെ ഇടയിലായിരിക്കും ഉപ്പാന്റെ കബറ്. ചിലപ്പം ഉമ്മ ആദ്യം മരിച്ച് അല്ലെങ്കിൽ ഉപ്പ ആദ്യം മരിച്ചു വസിയ്യത്ത് ചെയ്യും, ഇന്നപ്പാന്റെ കബറിന്റെ തന്നെ മറമാതണം, അല്ലെങ്കിൽ എന്റെ മോന്റെ കബറിന്റെ അടുക്കൽ തന്നെ മറമാതണം. അങ്ങനെയൊക്കെ ഒരു പതിവുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് പറയാം. അപ്പൊ ഉപ്പയുടെ കബറിന്റെ അടുക്കൽ ഉമ്മയുടെ കബറടക്കാനുള്ള സ്ഥലം ഒഴിച്ചിട്ടുണ്ടാവും. ബാക്കി അതിന്റെ ചുറ്റുഭാഗത്തൊക്കെ കബറുകൾ ഉണ്ടാവും. അപ്പൊ യഥാർത്ഥത്തിൽ കിതാബിൽ പറയുന്നത് എന്താ? കബറിൽ മയ്യത്തിന്റെ കാല് ഏത് ഭാഗത്താ വരുന്നത്? ആ ഭാഗത്തായി മയ്യത്ത് കത്തിൽ വെക്കണം. എന്നിട്ട് ആ കാലിന്റെ ഭാഗത്തിലൂടെ തല ആദ്യം കബറിലേക്ക് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കൊണ്ടുവരിക വേണ്ടത്. അതിന്റെ യഥാർത്ഥ സുന്നത്ത് അങ്ങനെയാണ്. കബറിൽ മയ്യത്തിന്റെ കാൽഭാഗം വരുന്ന ഭാഗത്ത് മയ്യത്ത് വെക്കുക, നമ്മുടെ മയ്യത്ത് കത്തിൽ വെക്കുക. അങ്ങനെ ആദ്യം മയ്യത്തിന്റെ തലയാണ് കബറിലേക്ക് വരേണ്ടത്. അങ്ങനെ അത് വന്ന് ഇപ്പൊ നമ്മളൊക്കെ നാടുകളില് തെക്കു വടക്കായിരിക്കും കിബിലക്കായി, തെക്കു വടക്കായിരിക്കും കബറ് വരിക. അപ്പൊ തെക്കു ഭാഗത്താണ് കാലിന്റെ ഭാഗം വരിക. നമ്മുടെ ഏകദേശം കേരളത്തിലെ അവസ്ഥ പറഞ്ഞത് കേട്ടോ. പല ഭാഗത്തു നിന്നും ഇത് ശ്രദ്ധിക്കുന്നവരുണ്ട്, അവർ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ കേരളത്തിലെ അവസ്ഥ പരിഗണിക്കുമ്പോ മയ്യത്തിന്റെ കബറിൽ കാലിന്റെ ഭാഗം വരിക തെക്കു ഭാഗത്താ. അപ്പൊ തെക്കു ഭാഗത്ത് കബറിന്റെ നേരക്കായി മയ്യത്ത് കത്തിൽ മയ്യത്ത് വെച്ച് തെക്ക് നിന്ന് വടക്കോട്ടായി തലയെടുത്ത് കബറിലേക്ക് ഇറക്കണം. പക്ഷെ എല്ലാ സ്ഥലങ്ങളിലും അത് സൗകര്യം കിട്ടൂല. കാരണം ചുറ്റുഭാഗത്തൊക്കെയും മീസാൻ കല്ലും മറ്റു കബറുകൾ ഉണ്ടാകുമ്പോ അത് മയ്യത്ത് കത്തിൽ വെക്കാനൊന്നും സൗകര്യം ചിലപ്പം കിട്ടിക്കോന്നില്ല. കിട്ടുകയാണെങ്കിൽ അങ്ങനെ തന്നെ നോക്കുക. പക്ഷെ കിട്ടുന്നവർ അത് ശ്രദ്ധിക്കുന്നില്ല. ആ സുന്നത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നമ്മൾ എന്തു വേണം? ഈ കബറിന്റെ ചുറ്റുഭാഗത്ത് നിന്ന്
ഖബറിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. മയ്യത്ത് ഖബർ അടക്കുന്നത് ലാസ്റ്റ് വരെ മൂതുകല്ലൊക്കെ വെക്കുന്നത് വരെ ഈ ഖബറിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. അത് സുന്നത്തിനെതിരാണ്. അതിന്റെ യഥാർത്ഥ രൂപം ആ പായ അതല്ലെങ്കിൽ ആ മറ പിടിക്കുന്നവര് ഇരിക്കുക. എന്നിട്ട് ഏകദേശം പുറത്ത് നിന്ന് നോക്കിയാൽ ഈ ഖബർ കാണരുത്. കാരണം മയ്യത്തിനെ മറക്കാനല്ല, നമ്മൾ അവരെ തെറ്റുധരിച്ചു വെച്ചതെന്താ, മയ്യത്ത് ഖബറടക്കുമ്പോ മയ്യത്തിനും മയും വെയിലും കൊല്ലാതിരിക്കാനാണ് ഈ പായ പിടിക്കുന്നതിനല്ല. ഇതാണ് ഖബർ മൂതൽ സുന്നത്താണ് ബിസൗബിൻ, വസ്ത്രം കൊണ്ട്. അപ്പൊ അത് മയ്യത്തിനെ ഖബറിന് മറയാണ് വരേണ്ടത്, മയ്യത്തിനെ മറക്കല്ല വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ മഹല്ലത്തിലും എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഒരു തെറ്റായ രൂപമാണ്. അതൊരു ഹറാമാണെന്ന് പറയുന്നില്ല. കാരണം മയ്യത്തിന്റെ ശരീരം മറ്റുള്ളവർ കഫൻ തുണിപ്പ് അങ്ങനെ വെളിവാകുന്ന ഒരു പ്രശ്നം വരാതില്ല. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ശരിയായ വശം ഖബറിന്റെ ചുറ്റുഭാഗത്തിൽ നിന്ന് മൂതുകല്ല് വെച്ച് മണ്ണ് തിന്നത് വരെ എല്ലാരും മാറി നിന്ന് ആ ഖബർ കാണാത്ത രൂപത്തിലായിരിക്കണം ആ വസ്ത്രം പിടിക്കേണ്ടത്. ആ പിടിക്കുന്നവർ അവിടെ ഇരുന്ന് പിടിക്കണം, അല്ലെങ്കിൽ നിന്ന് പിടിച്ചാൽ ഖബർ മൂതൂല, ഖബർ മറയണം. മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോ പുറത്ത് നിന്ന് നോക്കിയാൽ ഖബർ കാണരുത്. ആ പിടിക്കുന്നവർ തന്നെ ഖബർ കാണാത്ത രൂപത്തിൽ ചിലപ്പം ഇങ്ങനെ ഇരിക്കുക. നമ്മൾ ഈ ഇരിക്കുന്നവരുടെ തലയുടെ മുകളിലൂടെ ഈ പായ അല്ലെങ്കിൽ ഈ വസ്ത്രം കൊണ്ടുവന്നാൽ ഇവർ ഖബർ കാണും. നേരെ മറിച്ച് ഒരാള് 4 മൂലക്ക 4 ആള് പൊന്തിച്ചിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവരുടെ തലയുടെ ഭാഗത്തായി 2 കൈ കൊണ്ടും ഇത് പിടിച്ചു, അല്ലേ? ഇത് പിടിച്ചു. അപ്പൊ കണ്ട ഈ പായ പിടിക്കുന്നവരും ഈ ഖബർ കാണാത്ത അവസ്ഥയിൽ ഇരിക്കാൻ പറ്റും. രൂപം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ആ ഒരു തെറ്റായ രീതി ഇന്ന് നമ്മുടെ എല്ലാ മഹല്ലത്തിലുമുണ്ട്. അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞത്. ഇനി ചില നാടുകളിൽ ഖബർ കുഴിക്കുന്നിടത്ത് ഒരു അന്ധവിശ്വാസം, എന്റെ അനുഭവത്തിൽ തന്നെ പല പള്ളികളിലും മയ്യത്ത് ഖബറടക്കാൻ ചെല്ലുമ്പോഴൊക്കെയും ഖബർ ഞങ്ങളെ വൈക്ക് കീ ഖബർ എന്ന് പറയും. ഞങ്ങളെ വൈക്ക് കീ ഖബർ. കൂട്ടത്തിൽ ഒരു വിഷയം പ്രധാനപ്പെട്ട അടിമിനിമാർ അറിയിക്കുന്നു, നമ്മുടെ KMIC റേഡിയോ എന്തോ കേൾക്കുന്നില്ല എന്ന് പലരും അറിയിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെയും ഒരുപാട് റേഡിയോ ശ്രോതാക്കള് നമ്മുടെ പല ക്ലാസുകളും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ടവർ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പൊ ഏതായിരുന്നാലും ഇനി രണ്ടാമതായി ഒരു തെറ്റായ വശം, അത് എല്ലാ സ്ഥലത്തുമില്ല, മിക്ക ചില ഭാഗങ്ങളിലും അത് കാണുന്നുണ്ട്. ഞങ്ങളെ വൈക്ക് പറയാ കീ ഖബർ എന്ന് പറയും. ചില നാടുകളിൽ തായ് ഖബർ എന്ന് പറയും. അതായത് ഖബർ 2 സെക്ഷനായിട്ടാണ് നിൽക്കുന്നത്, മേഖബറും കീ ഖബറും. അതായത് മേഖബർ കുറച്ചും കൂടി വിശാലത ഉണ്ടാവും, കീ ഖബർ ഒന്നും കൂടി കുടുസായിട്ടാ വരിക, അല്ലെ? അതൊക്കെ എല്ലാവർക്കും അറിയുന്നത്. ഞങ്ങളെ വൈക്ക് കീ ഖബർ എന്നും ചില വൈക്ക് കീ ഖബർ, ചില വൈക്ക് തായ് ഖബർ എന്നൊക്കെയും പറയും. ഏതായാലും ചില നാടുകളിലുള്ള ഒരു തെറ്റായ ധാരണ, കീ ഖബർ നല്ല ആഴം വേണം, മേഖബർ ആഴം വേണ്ട. ഏതെങ്കിലും നാട്ടിൽ ഈ അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാ ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ 1-2 സ്ഥലത്ത് കണ്ടപ്പോ അവിടത്തെ കുയ്യമുക്കിരിമാരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനൊരു ഖബറുത്തിന്? അപ്പൊ അവര് പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ കാരണം? മയ്യത്തിന് നീച്ചിരിക്കുമ്പോ തല മുത്താതിരിക്കാനാണ്. ഞാൻ ഇവരൊരു കാര്യം ഉണർത്തുകയാണ്. ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെയും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മഹല്ലത്തിൽ വിവരമില്ലാത്ത ചില വ്യക്തികളാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല. ആ ഒരു മഹത്തായ ക്രമം ചെയ്യാൻ താല്പര്യം കാണിച്ച് നമ്മൾ കൂലി കൊടുത്താലും ഒരു ഖബർ കുഴിച്ച് നമ്മുടെ മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെക്കാനൊക്കെയും ധൈര്യവും ഉന്മേഷവും ആവേശവും കാണിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തുകയല്ല വേണ്ടത്. അവരൊപ്പം കൂടി ഇതിന്റെ ഒരു ശരിയായ വശത്തിലേക്ക് അവരെത്തിക്കാൻ വേണ്ടത്. ഇനി ആരും തന്നെ, ഞാൻ ഇവരൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടാ പറയുന്നത്, നമ്മളൊരു മസാല കേട്ടിട്ട് നമ്മുടെ മഹല്ലത്തില് കുറെ പഴക്കം ചെന്ന കുയ്യമ്മുക്കിയ കാലം ഇപ്പൊ ഈ ക്ലാസ്സൊക്കെ കേട്ടിങ്ങാണ്ട് ഉച്ചയെന്നിട്ട് ഒരാൾ മരിച്ച് രാവിലെ മയ്യത്ത് എന്താണ് അന്റെ ഈ മയ്യത്ത് ഖബറടക്കുന്ന കോലെന്നൊക്കെ ചോദിച്ചാലേ ചിലപ്പോ ഓന്റെ കയ്യിൽ കൈക്കോട്ടുണ്ടായും വികാസേക്കാരൊരു ഓർമ്മ വേണം. കാരണം അവൻ പറയണ്ടാണ്, ഏതാ ഞാൻ കുറെ കാലായത് ഈ പനി തുടങ്ങിച്ച്, എനിക്കൊക്കെ ഒരു പോത അനുഭവമാണത്.
ഞാൻ ആ ഒരു അനുഭവം ഒരു മഹല്ലത്തിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടായ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഭാവനയിൽ അവർ ഈ വിഷയത്തിൽ അഗ്രഗണ്യന്മാരും വിവരസ്ഥരുമാണ്. അതാണ് കുയ്യം മുക്രിമാരുടെ ഒരു മെന്റാലിറ്റി. അവര് പരിചയ സമ്പന്നരാണ്, അവർക്ക് ഈ വിഷയം അറിയൂ, ഞങ്ങളത്ര ഈ വിഷയം അറിയുന്നവർ ആരും ഈ മഹല്ലത്തിലില്ല എന്ന ഒരു മെന്റാലിറ്റിയിലാണ് കുയ്യം മുക്രിമാരുടെ ജീവിതം. അതോ നിങ്ങൾ ആരും പ്രത്യേകിച്ച് അവരോട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. ഖബറിന്റെ അടുക്ക വെച്ച് ദേഷ്യം വന്നാൽ മരിച്ചോന്റെ ഖബറാവൂല, അത് പറഞ്ഞോന്റെ ഖബറാവും. കുയ്യം മുക്രിയോട് ഖബറിന്റെ അടുക്കൽ വെച്ച് വർത്താനം പറഞ്ഞാൽ മരിച്ചോന്നുള്ള ഖബറാവൂല, അത് ചിലപ്പം പറഞ്ഞോന്നുള്ള ഖബറാകും എന്ന അവസ്ഥ ആരും മറക്കരുത്. കാരണം ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ടീമുണ്ട്. ഇന്നലെ സാധുവായന്റെ ക്ലാസ്സിന് ശേഷം ഡോക്ടർ കീശേരി സാഹിബിന്റെ ഒരു ക്ലാസ് വളരെ ഉപകാരമായിരുന്നു. ഈ ദേഷ്യം എന്നുള്ളത് അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഖബറിന്റെ അടുക്കളക്കം വെച്ച് നമ്മൾ ഉള്ള കുയ്യം മുക്രിമാരെ നിരുത്സാഹപ്പെടുത്തുക അല്ലാതെ അവരെ ഒഴിഞ്ഞ സമയത്ത് വിളിച്ചിട്ട് നീ വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്, ഈ സമൂഹത്തിൽ നിന്റെ സ്ഥാനം എത്ര, ഒരു മനുഷ്യന്റെ അവസാനത്തെ ഒരു കൈകാര്യം നിന്റെ കയ്യിലാണ്, അതുകൊണ്ട് നിനക്ക് ഉള്ള സ്ഥാനത്തെ പറ്റി എനിക്ക് അറിയാത്തതാ, അള്ളാന്റെ അടുക്കൽ എനിക്ക് എത്ര കൂലിയ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം ഒഴിഞ്ഞിറക്കുക കുയ്യം മുക്കലിനെ. എന്നിട്ട് പറയാ ഈ കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആഖിറത്തില് അനക്കൊക്കെ കിട്ടുന്ന കൂലി എത്ര. അപ്പൊ അവനെന്ത് ചെയ്യും, ഈ കാര്യം ഉൾക്കൊള്ളാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മൾ ക്ലാസ്സുകളൊക്കെ കേട്ട് അങ്ങനെയല്ല മയ്യത്ത് വെക്കേണ്ടത്, ഇങ്ങനെയാണ് മയ്യത്ത് വെക്കേണ്ടത്, ഇത് ഖബറടക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഒറ്റടിക്ക് പറഞ്ഞാൽ സാധുവായ ഞാൻ അത് അനുഭവിച്ചതാ. പക്ഷേ ഒരു മനക്കെടുത്തുകാരൻ ഞാൻ അവരെ പിടിച്ചു നിന്നൂന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള് നല്ലോണം അത്തരം കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കണം എന്ന് ഞാൻ വ്യക്തമായി പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ കീക്കബറ് അല്ലെങ്കിൽ തായ് കബറ് ആയം കൂട്ടുക, അവരതിന് പറഞ്ഞ വർത്താനം എന്താണ് അറിയങ്ങള്? അവർ പറഞ്ഞ വർത്താനം എന്താ? അത് മയ്യത്തിന് എഴുന്നേറ്റിരിക്കാനാണ്. ഇത് നോക്കിങ്ങള് പല നാടുകളിലുള്ളൊരു വിശ്വാസ മയ്യത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് കീക്കബറ് ആയം കൂട്ടുക. എന്നാൽ അവിടെ പ്രശ്നം എന്താണെന്നറിയോ? കീക്കബറ് ആയം കൂട്ടിയാൽ ഖബറിന്റെ ആയം എത്ര? അത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഈ കീക്കബറ് ആയം കൂട്ടിയാൽ ഈ മയ്യത്തിനെ ഖബറടക്കാനും അതുപോലെ തന്നെ ചരിച്ചു കിടത്താനൊക്കെയും പ്രയാസാവും. കാരണം മുകളിൽ നിൽക്കുന്നവർക്ക് താഴേക്ക് കൊമ്പിട്ടാൽ ഈ മയ്യത്തിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ എത്രേ സുന്നത്തുള്ളൂ? മയ്യത്തിന്റെ ദേഹം മുട്ടാത്ത രൂപത്തിൽ മയ്യത്തിന് മണ്ണിടാൻ സാധിക്കണം. നമ്മൾ മൂതുകല്ല് വെക്കാന്ന് പറയല്ലോ, ഇന്ന് പല സ്ഥലത്തും അത് സ്ലാബായി മാറിയിട്ടുണ്ട്. അതൊക്കെ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയ. ഇന്ന് മിക്ക കേരളത്തിലുള്ള മിക്ക മഹല്ലത്തുകളിലും എന്തോ ചെക്കന്മാരെ ദുൽമു കൂടിയ കാരണമായിരിക്കാം നല്ല വാർപ്പിന്റെ പെരയിലാക്കും പോലെ നല്ല സ്ലാബത്ത് മൂടാൻ. ചില നാടുകളിൽ കുരുദീസ്. പഴയ കാലത്തൊക്കെയും നമുക്കറിയാം കേരളത്തിലെ സിസ്റ്റം എന്തായിരുന്നു? നല്ല മിഷേൻ കല്ലിന്റെ മാതിരിക്ക് നീളത്തിലുള്ള മൂതുകല്ല് എന്ന് പറഞ്ഞ് പ്രത്യേകമായി നീളം കൂടിയ കല്ല്. പക്ഷെ ചില സ്ഥലങ്ങളിൽ മരം ഒക്കെ ഇരിക്കട്ടെ. അപ്പൊ ആ സ്ലാബ് എന്താവട്ടെ, അത് കുരുദീസ് പറ്റുമോ അതല്ലെങ്കിൽ സ്ലാബ് പറ്റുമോ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും അത് മയ്യത്തിന്റെ ദേഹത്തിൽ നേരെ തട്ടാൻ പാടില്ല. അപ്പൊ കീക്കബറ് മയ്യത്തിന് എഴുന്നേറ്റ് ഇരിക്കാനുള്ള സൗകര്യം കിട്ടാൻ കീക്കബറ് ആയം കൂട്ടുന്ന ഒരു തെറ്റായ ധാരണ ചില നാടുകളിൽ നടക്കുന്നുണ്ട്. അത് ചില നാടുകളുടെ അവസ്ഥ നമ്മൾ ഓൺലൈനിൽ പറയുമ്പോ പലവരും പറയും, ഉസ്താദെ എന്റെ നാട്ടിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്, അതുകൊണ്ട് എന്റെ നാട്ടിലെ കുയ്യം മുക്രിയും കീക്കബറാണ് ആയം കൂട്ടാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, അത് നമ്മുടെ മയ്യത്ത് ഖബറ് വിശാലമാക്കുക എന്നുള്ളത് അത് നമ്മുടെ കാഴ്ചയിൽപ്പെട്ടതല്ല. പിന്നെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ ഖബറ് വിശാലമാവൽ സുന്നത്താണ് എന്നൊരു മസ്അല കാണാം. അത് ഇൻഷാ അല്ലാഹ് ഖബറിന്റെ പനി വരുമ്പോ നമുക്കത് വിശദീകരിക്കാം. നേരെ മറിച്ച് ആത്മീയമായ ബർസഖിയായ ലോകത്തൊരു വിശാലതയുണ്ട്. അതിന് നമ്മൾ കിണറിന്റെ ആയത്തിൽ കീക്കബറ് കുത്തിയിട്ട് ഒരു മയ്യത്തിനെ എന്താക്കി
കബറടക്കിയാലും അവന്റെ കബറ് വിശാലമാവാൻ ഭാഗ്യം ലഭിച്ചവനെ അത് കിട്ടുകയുള്ളൂ. മുമ്പ് ഉസ്താദ് പ്രസംഗിച്ചും കൊണ്ടിരിക്കുമ്പോ ഗൾഫിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ 100 രൂപ ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദെ, മരിച്ചുപോയ വാപ്പാക്കു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനെന്ന് പറഞ്ഞ് ഉസ്താദ് ആ കാശ് വാങ്ങിയിട്ട് പറഞ്ഞു, എന്ത്? അള്ളാഹുവേ, ഈ ചെറുപ്പക്കാരന്റെ സദക്കയെ നീ സ്വീകരിക്കണേ അല്ലാ, അദ്ദേഹത്തിന്റെ മരിച്ചുപോയ വാപ്പാന്റെ കബറ് നീ വിശാലമാക്കി കൊടുക്കണേന്ന് പറഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരൻ സദസ്സിന്ന് ചൂടായി. ആ കബറ് വിശാലായിട്ട് മൂതലും വന്നു എന്റെ വാപ്പാടെ മേത്തേക്ക് വിഗ്ഗാനാണോ ഇങ്ങക്കിപ്പോ ഞാൻ കായ് എന്നത് എന്ന് വെച്ച്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയത് കബറ് വിശാലമാക്കാന്ന് പറഞ്ഞ 2 ഭാഗം അകലാനാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി വെച്ച ഒരുപാട് കൊയ്യം മുക്രിമാരുണ്ട്. കബറ് വിശാലമാവാനാണ് ഇവൻ കുറച്ച് ആയത്തിലൊരു കബറ് കുഴിച്ച സുഖായി മുങ്കൽ നക്കീർ, എത്രയോ സാധാരണക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. മുങ്കൽ നക്കീർ അലൈഹിസ്സലാം വരുമ്പോ നീച്ചിരിക്കുമ്പോ തലമുത്തൂലേന്ന്. നമ്മളെ സാധാരണക്കാരുടെ ഒരു വിശ്വാസമാണത്. കാരണം കീക്കബറ് ആയമില്ലെങ്കിൽ മുങ്കൽ നക്കീർ ചോദ്യം ചോദിക്കാൻ വരുമ്പോ മയ്യത്ത് നീച്ചിരിക്കുമ്പോ തലമുത്തൂലേ, അവിടെ തലമുത്തൂല. അത് നമ്മൾ വിചാരിച്ചൊരു വിശാലതയല്ല, അത് ബർസഖിയായ ലോകത്ത് നടക്കുന്നൊരു വിശാലതയാണ്. അതുകൊണ്ടാണല്ലോ നോക്കത്തോ ദൂരത്തായിരിക്കും ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ ഖബറിന്റെ വിശാലത. അവന്റെ കണ്ണിന്റെ കാഴ്ചയുടെ അറ്റം ഏതുവരെയാണോ അത്ര ദൂരമായിരിക്കും അവന്റെ ഖബർ അവനക്ക് തോന്നിപ്പിക്കുന്ന. അള്ളാഹു ആ ഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. നമ്മളിപ്പോൾ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചത് ഒരടി വീതിയുള്ള ഖബറിലേക്കാണ്. പക്ഷേ ഒരു യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവന്റെ കണ്ണിന്റെ കാഴ്ചയുടെ അറ്റം എത്രയുണ്ടോ അത്ര വിശാലമായ ഒരു ഖബറിലായിരിക്കും അവൻ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആയം കൂട്ടിയത് കൊണ്ടോ ആയം ചുരുക്കിയത് കൊണ്ടൊന്നും അവിടത്തെ സുഖദുഃഖത്തിന് സുഖം കൂടുകയോ ദുഃഖം കുറയുകയോ ഇല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തി. 2ാമത് ഖബർ കുഴിക്കുന്നിടത്ത് ഖബർ അടക്കുന്ന സമയത്തുള്ള ഒരു തെറ്റായ ധാരണയും വിശ്വാസവുമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഖബർ ആയമുണ്ടാവൽ സുന്നത്താണ്. എന്താണ് ഈ ആയം? 4.5 മുഴമാണ് ഒരു ഖബറിന്റെ ആയം വേണ്ടത്. 4.5 മുഴം. കിതാബുകളൊക്കെ നോക്കിയാൽ കാണാം അർബഅത്തു അദ്റുഇൻ വനിസ്ഫിൻ, അഥവാ ഒരു മുഴം, ഒരു മുഴം. അപ്പൊ അർബഅത്തു അദ്റുഇൻ 4 മുഴവും വനിസ്ഫിൻ അരമുഴവും. അപ്പൊ 4.5 മുഴം. ഈ 4.5 മുഴം എന്ന് പറയുമ്പോ ചില ആളുകൾ നല്ല നീളം കൂടിയ ആൾക്കാരുണ്ടാവും, ചില ആൾക്കാർ നീളം കുറഞ്ഞവരുണ്ടാവും. നീളം കൂടിയവരുടെ കയ്യുമല്ല, നീളം കുറഞ്ഞവരുടെ കയ്യുമല്ല. സാധാരണ നമ്മൾ ഒരാളെ നീളം ഉണ്ടല്ലോ, ഒരു കുറ്റിക്കുരുദാസുമല്ല നീളം തോറ്റിയുമല്ലാത്ത ചില ആളുകൾ ഉണ്ടാവും. അവരുടെ കയ്യിന് 4.5 മുഴം. അഥവാ ഒന്നും കൂടി പറഞ്ഞാൽ അങ്ങനത്തെ ഒരാള് ഖബറിൽ നിന്ന് അവന്റെ കയ്യ് ഉയർത്തിയാൽ ഖബറിന്റെ ആ നിലദാനത്തോടൊപ്പമായിരിക്കും. അത്രയും ആഴം. അതാണ് കാമത്തം വബസ്തത്തൻ എന്നൊക്കെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ. ഒരാൾ ഖബറിൽ ഇറങ്ങി നിന്നു, ഖബറിൽ ഇറങ്ങി നിന്നു, അവൻ കൈയുയർത്തിയാൽ അവന്റെ കൈ ഖബറിന്റെ മുകളിലേക്ക് കാണുകയില്ല. ആ നിലക്കുള്ള ഒരു ആയമുള്ള ഖബർ സുന്നത്താണ്. പക്ഷേ മയ്യത്ത് ഖബറടക്കൽ നിർബന്ധം വീടാൻ എത്ര ആവശ്യമുള്ളൂ? ആ മയ്യത്ത് നശിച്ചാൽ അല്ലെങ്കിൽ പകർച്ചയായാൽ അതിന്റെ വാസന പുറത്തേക്ക് വരാത്ത രൂപത്തിൽ, മറ്റു പ്രതിമൃഗങ്ങൾ മാന്തി എടുക്കുന്ന രൂപം തടയുന്ന രൂപത്തിൽ മയ്യത്തിന്റെ നേരെ മുകളിലേക്ക് മണ്ണ് കോരിയിടുന്ന അവസ്ഥ ഒഴിവാക്കിയുള്ള ഒരു രൂപത്തിൽ മയ്യത്തിനെ ഖബറടക്കലാണ് നിർബന്ധം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഖബറിന്റെ ആയം എത്രയാകുന്നു എന്ന് അളക്കുന്ന ഖബറിന് അത്ര ആയം ഇല്ല എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലൊക്കെ അപൂർവം ചില നാട്ടിലുണ്ടോന്ന് അറിയില്ല. കാരണം ഇന്നത്തെ ഖബറിനൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരാൾ ആ ഖബർ കുഴിക്കുന്ന ആള് കീ ഖബറിലേക്ക് നിന്നാൽ അവന്റെ തല തന്നെ പുറത്തേക്ക് കാണും, ഇല്ലേ? കീ ഖബറിൽ നിന്നാല് അവൻ അവന്റെ തല ഖബറിന്റെ മുകളിലൂടെ രതിക്ക് കാണും. അപ്പൊ കാമത്വം വസ്തത്വം നിന്ന് യഥാർത്ഥത്തിൽ എന്താകുന്നില്ല, നടക്കണില്ല.
ഏതോ ആവട്ടെ, പക്ഷെ നടക്കാൻ കഴിവിന്റെ പരമാവധി ആ ഒരു അക്മലായ ഒരു അഫ്ളലായ രൂപത്തിലേക്ക് നമ്മുടെ ഖബറുകൾ ആയിത്തീരാനുള്ള ശ്രമം നടക്കുക. ചിലപ്പം കുയ്യമ്മുക്കിരി പറയുന്നത് എന്ത് പറയും, അതൊന്നും നടക്കൂല, അതിനുള്ള കായന്നെ ഇപ്പൊ ഞങ്ങൾക്ക് തരുന്നുള്ളൂ, ഇതിനുള്ള കായന്നെ ഒക്കണില്ല, ഈ ആയത്തിനുള്ള കായന്നെ ഒക്കണില്ല. മുമ്പ് മുക്കരി എന്ത് ചെയ്തു, ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അങ്ങനെ എളുപ്പം ബാങ്ക് കൊടുക്കുക. അപ്പൊ നാത്തേര് ചോദിച്ചു, മൊല്ലാക്ക കുറച്ചൊക്കെ നീട്ടിക്കൂടേന്ന് ചോദിച്ചു. മൊല്ലാക്ക കുറച്ചൊക്കെ നീട്ടിക്കൂടേന്ന് ചോദിച്ചു. അതിൽ മൊല്ലാക്കാന്ന് ആകെ ഒരു ദിവസത്തെ ബാങ്ക് 1.25 അപ്പൊ ഒരു എന്താണ് 1.25 ഉറുപ്യ. അപ്പൊ ഒരു ബാങ്കിന് എനിക്ക് കിട്ടുന്നത് 4 അത്ര തന്നെ നീട്ടാൻ പറ്റുള്ളൂ എന്നാണ്. 4 ബാങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ഇനി നീട്ടണമെങ്കിൽ കായ് വേറെ തരണമെന്നാണ്. എന്നാ മാതിരി നമ്മളിപ്പോ കുയ്യമ്മുക്കിനോട് ചെന്നിട്ട് പറയാണ്, ഈ ഖബറ് ആയം പോലല്ലോ, നമ്മളെ ഫിക്കീന്റെ കിതാബിൽ പറയുന്ന ആയം ഈ ഖബറിന് ഇല്ല എന്ന് പറഞ്ഞാൽ കുയ്യമ്മുക്കിൽ പറയുന്ന വർത്താനം എന്തായിരിക്കും, ഈ ആയത്തിനുള്ള കായന്നെ ഒക്കണില്ല, ഇനി കായ അധികം തന്ന ആയം കൂട്ടിത്തരാനൊക്കെയും പറഞ്ഞേക്കാം. പക്ഷെ നമ്മൾ പറയണം, അനക്ക് കമ്മറ്റിക്കാർ തരുന്ന കായ് അനക്കാന്റെ എന്റെ വക, എന്റെ വാപ്പാന്റെ ഖബറാണ്, എന്റെ ഉമ്മാന്റെ ഖബറാണ്, അനക്ക് ഞാൻ 100-500 അധികം തരാം. കാരണം അതിനിപ്പോ സ്ഥലം പോവാല്ലോ. ഖബറ് ആയം കൂട്ടി എന്നതിന്റെ പേരിൽ പള്ളി കമ്മിറ്റിക്ക് നഷ്ടമില്ല. ഇനി പള്ളി കമ്മിറ്റിക്ക് നഷ്ടം വരുന്ന മസാല നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ഇനി അതൊന്നും പറഞ്ഞിട്ടൊരു മഹല്ലത്തിലും കച്ചറ ഉണ്ടാക്കണ്ടോ. കാരണം ഇനി നമ്മൾ ഖബറിന്റെ വീതി പറയാൻ പോകുന്നുണ്ട്. ഖബറിന്റെ ആയം എത്ര, ഒരു കിണറിന്റെ ആയം താഴ്ത്തിന്ന് വെക്കുക, കമ്മിറ്റിക്ക് എന്താ നഷ്ടം? കാരണം കീപ്പത്തല പോകുന്നത്. ഇനി ഖബറിന്റെ വീതി പറയുമ്പോഴാണ് സെക്രട്ടറിയും പ്രസിഡന്റും രംഗത്ത് വരും. ഇങ്ങനെ ഇപ്പൊ സുന്നത്തായ രൂപത്തിൽ ഇങ്ങനെ ഖബറ് കുഴിച്ചാല് എത്ര ആളെ ഇപ്പൊ ഈ പള്ളിപ്പറമ്പില് ഖബറടക്കുക? കണ്ടമോനം ജനങ്ങൾ അധികരിച്ച ഒരു മഹല്ല, ഈ നിലക്ക് ഖബറ് കുത്താൻ നിന്നാ പള്ളിത്തൊതൂല് സ്ഥലം ഉണ്ടാവൂല എന്ന് പറഞ്ഞേക്കാം. പക്ഷെ ആയം കൂട്ടുന്ന വിഷയത്തിൽ പള്ളി കമ്മിറ്റി ചൂടാവൂല. കാരണം പള്ളിത്തൊതുവിൽ മക്ബറയുടെ സ്ഥലം അധികം പോകുന്നില്ല, കീപ്പത്താല ഭൂമി പോകുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബന്ധപ്പെട്ടവര് മരിക്കുമ്പോ, അല്ലെങ്കിൽ ആ കുയ്യമുക്കിരി ഞാൻ മരിക്കുമ്പോ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് അനക്ക് ഞാൻ എന്താക്കാം, ഒരു കായ് അധികം തരാം. ഇത് ഇന്റെ ഖബറ് കുഴിക്കുമ്പോ, ഇന്റെ ഖബറ് നീയാണ് കുഴിക്കുന്നതെങ്കിൽ എന്ത് വേണം, കുറച്ച് ആയത്ത് കൂട്ടണം. അവിടെ ഒരു മസാല വരുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞു അതായത് കഫൻ തുണി മരിക്കുന്നതിനു മുമ്പ് തയ്യാർ ചെയ്യാൻ പറ്റുമോ, അതിന്റെ മസാല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ മറ്റൊരു മസാല പറയുന്നുണ്ട്. അതായത് അവനവനാനിക്കുള്ള ഖബറ് മുൻകൂട്ടി കുഴിച്ചിടാൻ പറ്റുമോ? അതായത് ഇപ്പോ പള്ളിയിൽ എല്ലാവരും ഇങ്ങനെ ജുമുഅക്ക് വരുന്ന ഒരു സ്ഥലമാണ്, പള്ളിയുടെ മുമ്പിൽ. അവിടെ ഒരു ഖബറിന് സ്ഥലം കിട്ടിയാൽ, ഖബറിന് സ്ഥലം കിട്ടിയാൽ വരുന്നവരൊക്കെയും ഒരു സലാം കിട്ടും. അങ്ങനെ ഉണ്ടാവില്ല, പള്ളിയുടെ മുൻഭാഗത്തൊക്കെ ഖബർ എത്തുമ്പോ ഭാഗ്യാണ്. കാരണം എല്ലാവരും പള്ളിക്കൽക്ക് 5 വക്തിനും ജുമുഅക്കും വരുമ്പോ എല്ലാവരും സലാം പറയും. അപ്പൊ ആ ഒരു ഭാഗ്യത്തിനാണ് കമ്മിറ്റിക്കാരോട് പറഞ്ഞ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരു ആചാരമൊക്കെ നടക്കുന്നുണ്ട്. 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം. ചില മഹല്ലത്തുകളിൽ 1ാം സ്ഥാനത്ത് ഖബറ് കുത്താൻ ഇത്ര രൂപ പള്ളി കമ്മിറ്റിക്ക് കൊടുക്കണം, 2ാം സ്ഥാനത്ത് ഖബറ് കുത്താൻ ഇത്ര, 3ാം സ്ഥാനം. അങ്ങനെ 3ാം സ്ഥാനം ആകുമ്പോൾ 500 രൂപ കൊടുത്താൽ മതി. 1ാം സ്ഥാനത്ത് ഖബറ് കുത്തണമെങ്കിൽ 2000 രൂപ കൊടുക്കണം. അപ്പൊ കായില്ലോനൊക്കെ എവിടെ വരും? പള്ളിയുടെ അടുത്ത് വരും. പാവപ്പെട്ടോലെ അന്നും പള്ളിയുടെ ദൂരത്ത് പള്ളിപ്പറമ്പിന്റെ തെക്കേ 16 കഞ്ഞിമൂലയിലോ വായുമൂലയിലോ അഗ്നിമൂലയോ പോയിട്ട് കിടക്കുന്നുണ്ടാവും, ഏതോ ഇരിക്കട്ടെ. അങ്ങനെയൊക്കെയും ചില അവസ്ഥകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില നാടുകളിൽ മയ്യത്ത് ഖബറടക്കുമ്പോ വരിയായിട്ട് അങ്ങനെ പോവുകയാണ്. തറവാടും കുടുംബമൊന്നും നോക്കൂല, ഒരു വൈക്കണ്ണ അങ്ങനെ കുഴിച്ച് അങ്ങനെ പോകും. അങ്ങനെ ചിലപ്പം നമ്മളൊരു സിയാറത്തിന് ചെന്ന ഇമ്മാന്റെ ഖബർ ഈ തലക്ക്, അമ്മായി ആ തലക്ക്, വല്യമ്മ മറ്റേ മൂലക്ക്, പല സ്ഥലത്തും കാണാം. പക്ഷെ ഞങ്ങളെ മഹല്ലത്തിലൊക്കെ എങ്ങനെയാണ്, ഓരോ കുടുംബമിത്രാദികൾക്ക് ഓരോ ഭാഗമാണ്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഉപ്പ, ഉമ്മ, മൂത്തമ്മ, അമ്മായി എല്ലാരെയും ഒരേ സമയത്ത് ഒപ്പം നിന്ന് സിയാറത്ത് ചെയ്യാനും എല്ലാ കുടുംബമിത്രാദികൾക്കും സലാം പറയാനൊക്കെ ഒരു സൗകര്യം, അതൊക്കെ അതിൻ്റെതായ സുന്നത്തായ വശങ്ങളും കാര്യങ്ങളൊക്കെയും ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ മയ്യത്തിൻ്റെതായ
വീതി, ഖബറിന്റെ ആയം ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നമ്മള് ഇപ്പൊ മസ്അല പോന്നത്, സ്വന്തമായി മരിക്കുന്നതിനു മുമ്പ് അവനവനാനിക്കുള്ള ഖബറ് കുഴിക്കാൻ പറ്റുമോ? കുഴിച്ചു വെക്കാം, വിരോധങ്ങളൊന്നുമില്ല. പക്ഷേ പൊതുസ്ഥലത്താണെങ്കിൽ ഇവനിക്ക് അധികാരം പറയാൻ പറ്റില്ല എന്നാണ് ഇതിന്റെ മസ്അല. ഉദാഹരണം എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന ഒരു അവസ്ഥയാണത്. ചില ആളുകളൊക്കെ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവന്റെ ഖബറിന്റെ പൈസക്കും കൊടുത്ത് ഖബറൊക്കെ ശരിയാക്കി വെക്കും. നല്ലതാ. ആ ഖബറൊക്കെ കുഴിച്ചിട്ടെങ്ങാണ്ടേ ഒരു രാത്രി 12 മണിക്ക് പോയിട്ട് ആരും കാണാതെ ഒന്ന് ഇറങ്ങി കടന്നു വെക്കുക. എന്നിട്ട് മേപ്പത്തൊന്ന് നോക്കി, അപ്പൊ കാണാ എത്രായിരം കിലോമീറ്റർ അങ്ങകലെ കിടക്കുന്ന ആകാശം ഇവന്റെ നേരെ ഖബറിന്റെ മുകളിലാണെന്ന് തോന്നും. ബേജാറായാൽ, പേടിച്ചാൽ പിന്നെ അതിന് ചികിത്സ ഇല്ലാന്നോ. ഇനി നമ്മള് ആത്മീയ വശം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ ഖബറിൽ ഇറങ്ങിക്കടന്നു. സാധാരണ കാരണവന്മാര് പറയാറുണ്ട്, പല്ലിത്തൊതൂട് പേടിച്ചാ പിന്നെ ദുന്യാവില് ആ പേടി മാറൂല. അങ്ങനത്തെ റൂഹാനി അത്ര പല്ലിത്തൊതൂന്ന് കൂടുക. പക്ഷേ പല മഹാന്മാരും ഫിഖിന്റെ കിതാബിലൊക്കെ ഒരു മസ്അല കാണാം, ഈ ഖബർസ്ഥാനിയിൽ പോയി രാപ്പാർക്കൽ കറാഹത്താണ്. പക്ഷെ ആത്മീയമായ വശം കിട്ടാൻ ചില മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഖബർ കുഴിച്ചിട്ട് അതിൽ ഇറങ്ങിയിരുന്ന് ഖത്തം ഓതി തീർത്ത എത്രയോ മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രി ഒറ്റക്ക് പള്ളിത്തൊടുവിൽ ഇങ്ങനെ പോയി നിന്ന് കൂരിയിരുത്ത്, ആരുമില്ല, പൂർണ്ണമായും ചന്ദ്രൻ ഉദിക്കാത്ത ഒരു രാവിൽ, കയ്യിൽ മൊബൈൽ പോലുമില്ലാത്ത ആ ഖബറിൽ ആ പള്ളിക്കാട്ടിലൊന്ന് പോയി നിന്നാൽ, റബ്ബേ എന്നിട്ട് ഒന്ന് ആലോചിക്കും, ഇപ്പൊ ഞാൻ ഈ ഭൂമിയുടെ മുകളിലാണ്, എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ ഭൂമിയുടെ 6 അടി മണ്ണിൽ ഞാൻ കിടക്കുന്ന സമയത്ത് എന്തായിരിക്കും എന്റെ അവസ്ഥ എന്നൊരു ചിന്ത മരണത്തെപ്പറ്റി ആലോചിക്കുക. ഹദീസ് ലഈഫാണെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, സഹാബത്ത് ചോദിച്ചു, നാളെ മഅ്ശറയില് ശുഹദാക്കന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ? ശുഹദാക്കന്മാരോട് കൂടെ നാളെ മഅ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം 20 പ്രാവശ്യം മരണത്തെ ഓർക്കുന്നവനെ ശുഹദാക്കന്മാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. ഹദീസ് ലഈഫാണെന്നൊക്കെയും ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. എന്താ 20 പ്രാവശ്യം എന്ന് പറയാൻ കാരണം? നമ്മൾ ആത്മീയമായി ചിന്തിക്കണം. ഒരു ദിവസം 24 മണിക്കൂറാണ്. ഒരു മനുഷ്യൻ സാമാന്യമായി ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങേണ്ടത് 4 മണിക്കൂറാണ്. 4 മണിക്കൂറാണ്. ബാക്കി 20 മണിക്കൂർ അവന്റെ ജീവിതത്തിന്റെ ഉണർന്നിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉണർന്നിരിക്കുന്ന 20 മണിക്കൂറിന്റെ ഓരോ മണിക്കൂറിലും മരണത്തെ ആലോചിച്ചിരിക്കുമ്പോൾ അവനിക്ക് നന്മ അധികരിക്കുകയും തിന്മയിൽ നിന്ന് പിന്മാറാനും സാധിക്കും. അപ്പൊ ഏതായിരുന്നാലും 6 അല്ലേന്ന് അതിൻ്റെതായ ഒരു നല്ല വശാണ്. ശരീരത്തിന് കേട് വരാതിരിക്കാൻ ഒരു 4 മണിക്കൂർ ഉറങ്ങിയാൽ മതി. പിന്നെ 6, 7, 8 എന്നൊക്കെയും പലതും പറയുന്നുണ്ട്. പിന്നെ അത് ഓരോരുത്തരുടെ തൊഴിലിനനുസരിച്ച്, ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ച് ഏറ്റ വ്യത്യാസം വന്നേക്കാം. കരീമിന്റെ 1/3 ആയിക്കോളണമെന്നില്ല എന്റെ വയറിന്റെ 1/3, എന്റെ വയറിന്റെ 1/3 ആയിക്കോളണമെന്നില്ല തിരുവമ്പാതിര വയറിന്റെ 1/3. അത് ഓരോരുത്തരുടെ വയറിനനുസരിച്ച് 1/1 വ്യത്യാസം ഉണ്ടാകുന്നത് പോലെ ഈ ഉറക്കത്തിന്റെ ടൈമിൽ ആരോഗ്യവും ശരീരപ്രകൃതിയും കണക്കിലെടുത്ത് ടൈമിൽ വ്യത്യാസം വന്നേക്കാം. ഏകദേശം ഒരു മനുഷ്യൻ 4 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങിയാൽ ഉറങ്ങാത്ത കേട് അവന്റെ ശരീരത്തിന് അനുഭവപ്പെടുകയില്ല എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. 20 ദിവസം ഒരു ഖബറിനെ കുറിച്ചും അതുപോലെ തന്നെ എന്തിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ആലോചിക്കണമെന്നെല്ലാം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അല്ലാഹു മരണത്തെ ഓർത്ത് ആത്മീയ ജീവിതം നയിക്കാൻ ഭാഗ്യം കിട്ടിയ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഖബറിന്റെ ആയം പറഞ്ഞു. ഇനി ഖബറിന്റെ വീതിയിലേക്ക് കടക്കുകയാണ്. അവിടെ ചിലപ്പം കമ്മിറ്റിക്കാരെ സമ്മതം വാങ്ങേണ്ടി വരും. കാരണം കുറഞ്ഞ സ്ഥലമാണ്. ഇനി പുതിയ ഖബർസ്ഥാനൊന്നും പാസ്സാവൂല. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
മുമ്പത്തെ മാതിരിയല്ല. മുമ്പത്തെ ഏക്കറ കണക്കിന് സ്ഥലമല്ല, പഴയ ജുമാഅത്ത് പള്ളികളുണ്ട്. ഇന്ന് ടൗൺ ഏരിയകളിലൊക്കെയും പുതിയ ജുമാഅത്ത് പള്ളി വരുമ്പോ കുറേ ദൂരത്തേക്ക് മയ്യത്ത് കൊണ്ടുപോകൽ ഒഴിവാക്കാൻ വേണ്ടി അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങൾ കുറഞ്ഞ ഒരു 50 സെന്റോ ഒരു 25 സെന്റോ സ്ഥലമൊക്കെ ആയിരിക്കും കിട്ടുക. അത് തന്നെ പാസ്സായി ഖബർസ്ഥാനമായി പാസ്സായി കിട്ടാൻ വളരെയധികം നിയമവശങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. അപ്പൊ കഴിവിന്റെ പരമാവധി നമ്മുടെ ഖബർസ്ഥാനത്തിൽ നിന്ന് സ്ഥലം അമിതമായി എടുക്കാതെ കഴിവിന്റെ പരമാവധി അടുപ്പിച്ച് ഖബറുകളൊക്കെ കുത്തി ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എങ്കിലും നമുക്ക് മസ്അല പറയാം. നമുക്ക് എല്ലാവരും വിഷയം ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. മസ്അല പറയാം. ഒരു മയ്യത്തിനെ ഖബറിൽ കിടത്തുമ്പോ ശ്രദ്ധിക്കണട്ടോ. ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ തുഹ്ഫ പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെയും ആ മസ്അല പറയുന്നുണ്ട്. അതായത് ഇന്നിപ്പോ നിങ്ങൾ ഖബറിലേക്കൊന്ന് നോക്കണം. ഇതൊക്കെ ഈ പറയുന്ന മസ്അലകളൊക്കെ ഒന്ന് വ്യക്തമാവണമെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഖബറടക്കുന്നതും മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നതും ശ്രദ്ധിച്ചവർക്കേ അറിയുകയുള്ളൂ. നേരെ മറിച്ച് അതിന്റെ യഥാർത്ഥ രൂപം എന്താ? ഖബറിലേക്ക് മയ്യത്തിനെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു റുകൂഅ് ചെയ്യുന്നവനെ പോലെയായിരിക്കും ആ മയ്യത്തിന്റെ കിടത്തം. നോക്കൂ, ഫിഖിന്റെ ഗ്രന്ഥങ്ങള് ആ തുഹ്ഫ പോലത്തെ ഗ്രന്ഥങ്ങളൊക്കെയും അത് വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. ഉദാഹരണം ഹത്താ യകൂന ഖരീബൻ മിൻ ഹൈഅത്തി റാക്കി. ഇതാണ് തുഹ്ഫന്റെ ഇബാറത്ത ഞാൻ വായിച്ചത്. അങ്ങനെ ഒരു ഖബറടക്കൽ എവിടെയില്ലെന്ന്. അങ്ങനെ ഖബറടക്കിയില്ലെങ്കിലും ഞാൻ പറയാൻ പോകുന്ന നിർബന്ധമായ ബാധ്യത ആരും മറക്കരുത്. ഇപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മയ്യത്ത് ഖബറിൽ വെച്ചാൽ ഹത്താ യകൂന ഖരീബൻ, ഏകദേശം ആ മയ്യത്ത് അടുക്കുന്ന രൂപമാകും. മിൻ ഹൈഅത്തി റാക്കി, നിസ്കാരത്തിൽ റുകൂഅ് ചെയ്യുന്നവന്റെ ആകൃതിയോട്. ഇന്നിപ്പോ നമ്മളെ ഖബറിലൊക്കെ ഒന്ന് പോയോക്കൊണ്ടു നേരെ നൂർന്ന് കടക്കിയ കാലം. ചില സ്ഥലങ്ങളില് മയ്യത്തിങ്ങനെ കേക്കേ ചുമരിലേക്കൊന്നിങ്ങനെ ചാരി വെക്കും. നിങ്ങൾ പുരുഷന്മാര്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന കേരളത്തിലുള്ളവർ എല്ലാവരും അവനവന്റെ മഹല്ലത്തിലുള്ള കുയ്യം മുക്രിമാരെ പ്രത്യേകം ഒന്ന് കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് വിലയിരുത്തണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ മയ്യത്ത് ഖബറടക്കുമ്പോൾ, ഇന്ന് നമ്മളെ മയ്യത്ത് ഖബറടക്കുമ്പോൾ കേക്കേ ചുമര് ആണ് തെക്കു വടക്ക് ഖബർ വരുമ്പോ കിഴക്കു ഭാഗത്തൊരു മതിലുണ്ടാവുമല്ലോ. ഖബറിന്റെ കിഴക്കു ഭാഗത്തുള്ള ചുമര്, 16 ഭാഗത്തുള്ള ചുമര്. ഈ കിഴക്കു ഭാഗവും മയ്യത്തും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവൂല. മയ്യത്താണ് ഖബറടക്കിയ, യഥാർത്ഥത്തിൽ ഖബറടക്കിയാൽ. അപ്പൊ ഇനി ഒന്നും കൂടി ഇന്നത്തെ അവസ്ഥയിലാവുന്നത്. ഇനി നമ്മൾ കിതാബിൽ പറഞ്ഞ രൂപത്തില് മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചാല് ഒരു ചെറിയ വളവ്. കാരണം എന്താ? മയ്യത്തിന്റെ മുഖം ഏതിലേക്ക് ചാലനം? 16 ഭാഗത്തുള്ള ചുമരിനോട് ചാലനം. 2 ഉള്ളൻ കാലും എങ്ങോട്ട് ചാലനം? 16 ചുമരിലേക്ക് ചാലനം. മയ്യത്തിന്റെ 2 ഉള്ളൻ കാല് 16 ചുമരിലേക്ക് ഇത് വരണം. അപ്പൊ മുഖം 16 ചുമരിനോട് പതിഞ്ഞിരുന്നു, 2 ഉള്ളൻ കാലും 16 ചുമരിനോട് ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്യും? മധ്യഭാഗം റൗണ്ടായിട്ട് ഇങ്ങോട്ട് വരും, ഒരു ചെറിയ വളവായിട്ട് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാണ് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഖബർ കുഴിക്കുന്ന സമയത്ത് എന്ത് വേണം? കാലിന്റെ ഭാഗവും തലയുടെ ഭാഗവും അല്പം വിശാലമാക്കണം. അപ്പൊ നമ്മൾ 2 ഉള്ളൻ കാല് 16 ചുമരിലേക്ക് വെച്ചു, ചേർത്തി വെച്ചു. മുഖം എങ്ങോട്ടും വെച്ചു? 16 ചുമരിനോട്. അപ്പൊ നടുങ്ങനെ ഒരു വളവായിട്ട് ഇങ്ങോട്ട് വരും. ഏകദേശം പൂർണ്ണമായും റുക്കൂഇന്റെ രൂപമല്ലട്ടോ. നമ്മൾ സാധാരണ നിസ്കാരത്തിൽ റുക്കൂഇ 2 വിധ. ഒന്ന് അക്മലായ രൂപം റുക്കൂഇന്റെ, അതെങ്ങനെ? പെരടിയും മുതുകും സമമാവുന്ന രൂപം, അതല്ല അക്മലായ രൂപം. എന്നാൽ അകല്ലായ രൂപം ഏതാ? 2 ഉള്ളൻ കാല് മുത്തിൻ കാലിലേക്ക് എത്തത്തക്ക വിധം. അങ്ങനെ പഴയ കാലത്ത് പറയാം. എത്തുന്ന വിധം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പഴയ കാലത്തെ ഉസ്താദന്മാർ പറയാ 2 ഉള്ളൻ കൈ
മുട്ടിൻകാലിലേക്ക് എത്തത്തക്ക വിധം എന്താക്കുക, കുനിയുക. അപ്പൊ നല്ലോണം കുഞ്ചലില്ല. ആ ഒരു രൂപമായിരിക്കും യഥാർത്ഥത്തിൽ മയ്യത്തിനെ ഖബറിൽ വെച്ചാൽ മുകളിൽ നിന്ന് നോക്കുന്നവർക്ക് മയ്യത്തിനിന്റെ നടു ഒരു വളവായി, രണ്ട് കാലും ഇങ്ങോട്ട് പടിഞ്ഞാറ ചുമരിലേക്ക് മുത്തി, മുഖവും പടിഞ്ഞാറ ചുമരിലേക്ക് ഇത് മുത്തുകയാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ മയ്യത്തിനെ ഖബറടക്കേണ്ടത്. പക്ഷെ അങ്ങനൊരു മയ്യത്ത് ഖബറടക്കണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇന്ന് നമ്മുടെ മയ്യത്ത് ഖബറടക്കുന്ന ഒരു ഖബറിന്റെ 1.5 ഖബറിന്റെ സ്ഥലം എടുക്കേണ്ടി വരും. 2 ഖബറിനുള്ള സ്ഥലം തന്നെ ഉണ്ടായി ഇല്ലെങ്കിൽ ഒരു 1.5 ഖബറിന്, മനസ്സിലാകുന്നുണ്ടോ? 1.5 ഖബറിനുള്ള സ്ഥലം എടുക്കേണ്ടി വരും. എന്തിന്? ഇങ്ങനെ മയ്യത്ത് ഖബറിൽ കിടത്തണമെങ്കിൽ. അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ മഹല്ല് കമ്മറ്റിക്കാർ നമ്മളുമായി ഇടപെടും. അല്ല, നിങ്ങളിപ്പോ KMICയുടെ ശ്രോതാക്കളാന്നും പറഞ്ഞിപ്പോ മഹല്ലത്തിൽ ഇങ്ങനെ ഖബർ കുത്താൻ നിന്നാലേ പള്ളി കമ്മിറ്റി വേറെ ഖബർസ്ഥാനം വാങ്ങേണ്ടി വരും. തിരക്കാണ്ട് പോയതല്ലാവുന്ന നിനക്കും പറയാം. അത് ഇനി അവനാ ആലോചിക്കുക, അവനാണോ അവനാന്റെ മഹല്ല്. പക്ഷെ ആയത്തിന്റെ കാര്യത്തിൽ മഹല്ല് കമ്മിറ്റിയെ സമ്മതം വേണ്ട. കാരണം പള്ളിക്കത് തൊടുവിന്റെ സ്ഥലം പോകുന്നില്ല, ഇത് കീപ്പത്താലത് പോകുന്നത്. പണ്ട് ആരോ പറഞ്ഞ് ചെക്കന്റെ വളർച്ച മേപ്പത്തല്ല കീപ്പത്താന്ന് പറഞ്ഞ മാതിരി ആയം കൂട്ടുമ്പോ കീപ്പത്ത, പക്ഷെ വീതി കൂട്ടുമ്പോഴാണ് സ്ഥലം നഷ്ടപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ കാഴ്ചയിൽ ഞാനൊരു പരിശോധിച്ചിട്ടില്ല. നമ്മളെ ഒരു മഹല്ലത്തിൽ ഇപ്പൊ ഈ ഒരു മസ്അല ഈ ഒരു രൂപത്തിൽ മയ്യത്തിനെ ഖബറിൽ കിടത്താൻ ഒരു സുന്നത്തായ അക്മലായ രൂപത്തിൽ മയ്യത്തിനെ കടത്താൻ ഒരു ഖബർ കുഴിക്കാൻ ആരും സമ്മതിക്കൂല. കാരണം എന്താ, കണ്ടമാനം സ്ഥലങ്ങള് ചിലപ്പം 10 ഖബർ കുത്തുമ്പോഴേക്കന്നെ ഒരു 25 ഖബറിന്റെ സ്ഥലം അങ്ങോട്ട് പോയിന്ന് വരും. അപ്പൊ അതൊന്നും ഇപ്പൊ കാലോചിതമായി ഖബറിന് വേറെ ഖബർസ്ഥാനത്തിന്റെ സ്ഥലങ്ങളൊന്നും നിയമപരമായി കിട്ടാതിരിക്കുമ്പോ പിന്നെ നമ്മളിപ്പോ ചില സുന്നത്തുകളൊക്കെ അത് ഒഴിവാക്കാൻ തന്നെ ഇപ്പൊ നടക്കുള്ളൂ. ഞാൻ ഒഴിവാക്കാൻ വേണ്ടി പറയല്ലോ, ഒഴിവാക്കലേ നടക്കൂലല്ലോ. അതപ്പോ എന്താ നമ്മൾ ചെയ്യുക എന്ന് പ്രത്യേകം അറിയിക്കാന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ യഥാർത്ഥത്തിൽ മയ്യത്തിനെ ഖബറിൽ വെക്കേണ്ട ഞാൻ നിർബന്ധമായ രൂപം മാത്രമല്ല, നിർബന്ധവും സുന്നത്തും പരിഗണിച്ച് അഫ്ളലായ രൂപം ഏകദേശം 4.5 മുഴം ആഴവും 2 ഉള്ളൻകാല്, മയ്യത്തിന്റെ 2 ഉള്ളൻകാല് പടിഞ്ഞാറ് ചുമരിനോട് ചേർത്തി വെച്ച്. അപ്പൊ 2 ഉള്ളൻകാല് എങ്ങോട്ട് വെക്കണം? ഇന്ന് നോക്കോണ്ടു, ഇന്നിപ്പോ നിങ്ങള് നമ്മൾ മഹല്ലത്തിലൊക്കെ എന്തായിരിക്കും, ആ 2 ഉള്ളൻകാല് നേരെ ചെല്ലുന്നത് തെക്കുഭാഗത്തുള്ള ചുമരിലേക്കായിരിക്കും, അല്ലെ? തെക്കുഭാഗത്തുള്ള ചുമരിനോട് ചേർന്നിട്ടാ വെക്കുക. അതുപോലെ തന്നെ മയ്യത്തിന്റെ മുഖം പടിഞ്ഞാറ് ചുമരിനോട് ചേർന്ന് വരുന്നില്ല. അതെന്തായാലും ചെയ്യല്ലോ, ഖബറിന് നീളത്തിലാണ്. നമുക്ക് പടിഞ്ഞാറ് ചുമരിലേക്ക് മയ്യത്തിനെ ചേർത്തി വെക്കണം. അത് വളരെ അത്യാവശ്യ, നിർബന്ധമില്ല. നിർബന്ധം എന്താണ്? മയ്യത്തിന്റെ മുഖവും നെഞ്ചും കിബിലയിലേക്കാവണം. ഇല്ല, ശ്രദ്ധിക്ക, മയ്യത്തിന്റെ നെഞ്ചും മുഖവും കിബിലയിലേക്കാവുക. അതെങ്ങനെയാവാം? വലഭാഗത്തിന്റെ മേലിൽ ചെരിച്ച് കിടത്തി മുഖവും നെഞ്ചും കിബിലയിലേക്കാവല് സുന്നത്ത്. മുഖവും നെഞ്ചും കിബിലയിലേക്കാവല് നിർബന്ധം. അത് പടിഞ്ഞാറു ഭാഗത്ത് പടിഞ്ഞാറ് ചുമരിൽ കാൽപാദം വെക്കണമെങ്കിൽ കാല് ഒതിക്കേണ്ടി വരില്ല. അത് നമ്മളെ ഖബർ കുത്തുന്നത് ശരിയല്ലാച്ചാ ശ്രദ്ധിക്കണം. കാല് ഒതിച്ചൊന്നും പറയണ്ട, കാലൊതിക്കണ്ട. അത് നമ്മൾ പറഞ്ഞല്ലേ, ഇന്ന് നമ്മളെ പള്ളികളിൽ കുത്തുന്ന ഖബറിലേക്ക് മയ്യത്തിനെ ഇറക്കി 2 ഉള്ളൻകാല് കിബിലയിലെ പടിഞ്ഞാറ് ചുമരിലേക്ക് ചേർത്തി വെക്കണമെങ്കിൽ ഉറപ്പാ എന്താവും? കാല് പൊട്ടിച്ചാലും നടക്കൂല, കാല് മുറിച്ചിട്ട് തിരിച്ചിങ്ങനെ വെക്കേണ്ടി വരും, എൽ ഷേപ്പാക്കി വെക്കേണ്ടി വരും. അങ്ങനെ കാല് മുറിച്ചിട്ട് എൽ ഷേപ്പാക്കി വെക്കണമെന്നല്ല ഇപ്പൊ ഈ പറഞ്ഞത്. പക്ഷെ ആ നിലക്ക് ഖബർ കുത്തണമെന്ന്. ഈ രൂപത്തില് മയ്യത്തിനെ കിടത്താൻ വേണ്ടി ഖബർ ആദ്യം ശരിയാക്കണം. ചെരിപ്പിനൊത്ത് കാല് മുറിക്കല്ലേ, കാലിനൊത്ത് ചെരിപ്പ് മുറിക്കുകയാണല്ലോ എന്നതുപോലെ ഖബറിനൊത്ത് മയ്യത്തിന്റെ എല്ലും മുള്ളും പൊട്ടിക്കല്ല വേണ്ടത്. മയ്യത്തിനെ കിടത്തേണ്ട രൂപത്തില് എന്ത് വേണം? ഖബർ കുഴിക്ക വേണ്ടത്.
മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആരും ഇനി നമ്മളിപ്പോ സാധാരണ നേരെ തെക്ക് വടക്ക് നീളത്തിൽ കബർ കുത്തിച്ച് മയ്യത്തിന്റെ കാല് ഒതിയത്തെ, മയ്യത്തിന്റെ കാല് ഉള്ളംകാല് പതിഞ്ഞാല ചുമലിലേക്ക് വെക്കത്തെ എന്ന് പറഞ്ഞാൽ കുയ്യമുക്കിൽ പറയും ആ കൈവാലിങ് തീർത്തോലും മുറിച്ചോലും ഷെയ്പ്പാക്കാണ്ട് വെച്ചോത്താലിന്നാരി. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നമ്മൾ കബർ കുത്തുമ്പലാ ശ്രദ്ധിക്കണ്ട്. പക്ഷെ അങ്ങനെ ഒരു കബർ കുത്തുന്ന സംവിധാനം കേരളത്തിലില്ല, ഇല്ല, നടക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുമില്ല. അവനാ സ്വന്തക്ക് എന്ത് പറ്റും, ഇന്റെ പെരേല് ഇന്റെ കബറും പെരേല് മറമാതാണ്. അല്ലാ അത് പറ്റുമോ ഇല്ലേ? എന്താ പറ്റായി? സുന്നത്തിനെതിരാണല്ലോ മയ്യത്ത് കബറടക്കല് സുന്നത്തുള്ളൂ, അല്ല നിർബന്ധം. അത് പള്ളിത്തൊടൂലാവല് സുന്നത്തും അഫ്ളലും അത് വേറെ. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പൊ നമ്മളെ തങ്ങന്മാരേക്കും പേരല്ലേ. പിന്നെ നമ്മളെ നാട്ടിലേക്ക് ഒരു വിശ്വാസമുണ്ട്, തങ്ങന്മാരെ പള്ളിത്തൊടു കൊണ്ടാവാൻ പറ്റൂല, ഓലെ വീട്ടിൽ തന്നെ പറ്റുള്ളൂ, സാധാരണക്കാരെ വീട്ടിൽ പറ്റൂല, ഓലെ പള്ളിക്ക തന്നെ വേണം. അങ്ങനൊന്നും മസലില്ല. മസൽ എന്താ, നമ്മൾ ഈ പറഞ്ഞ രൂപത്തില് മയ്യത്ത് എന്താണ് ചെയ്യുമ്പോ, അഥവാ അതിന്റെ ശരീരം എന്താണ് പകർച്ചയാകുമ്പോ ദുർഗന്ധം പുറത്തേക്ക് വരാത്ത, പിടിമൃഗങ്ങളും മാന്തലിനെ തടസ്സപ്പെടുത്തുന്ന ഒഴിവാകുന്ന രൂപത്തിൽ മയ്യത്തിന്റെ നേരെ മുകളിലേക്ക് മണ്ണ് വാരിയിടുന്ന അവസ്ഥ ഒഴിവാകുന്ന രൂപത്തിൽ മയ്യത്തിനെ കബറടക്കലാണ് നിർബന്ധം. അത് തൊടൂലാവാം, എവിടെയാവാം, എല്ലായിടത്തും ആവാം. പക്ഷേ അധികാരങ്ങളും പരിധികളും ഉണ്ട് എന്ന് മാത്രം. അതിന്റെ ഇടയിൽ ഞാനൊരു മസ്അല പറയാൻ മറന്നുപോയി, തുടങ്ങി വെച്ചത് പറയാൻ മറന്നുപോയി. കബറ് കൊഴിച്ചിടൽ സുന്നത്ത് പറ്റുമോ? കുഴപ്പമില്ല. അവനവന്റെ തൊടൂലാണ്, എന്റെ സ്വന്തം അധികാരത്തിൽപ്പെട്ട സ്ഥലത്ത് ഞാനൊരു കബറ് കുഴിച്ചിക്കുക. അപ്പോ ആളാൾ പറഞ്ഞു ഞാൻ ഈ കബറിൽ ഞാൻ മയ്യത്ത് കബറടക്കുകയാണ് എന്നാണ്. പറ്റൂലാന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ട്. നേരെ മറിച്ച് പള്ളിപ്പറമ്പില് പൊതു കബർ സ്ഥാനിയില് എന്റെ കബറിനൊരു സ്ഥലം ഞാൻ കണ്ട് അവരെ കബറ് കുഴിച്ചൊക്കെ വെച്ച്, പക്ഷെ പെട്ടെന്ന് വേറെ ആള് മരിച്ചപ്പോ ആ കബറിൽ കൊന്ന് കബറടക്കി. അപ്പൊ ഞാൻ പറയാം പറ്റൂലട്ടോ, അത് ഞാൻ നിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച കബറാണ്, അതുകൊണ്ട് വേറൊരു മയ്യത്തിനെ അതിൽ കബറടക്കാൻ ഞാൻ അയക്കൂല എന്ന് പറയാൻ പറ്റൂല. എന്ന് പറയാം, എനിക്ക് രണ്ടും നടക്കും. എന്നെപ്പോ മഹല്ല് കമ്മിറ്റി ബഹിഷ്കരിച്ച, ഓനെ ഏൽപ്പിക്കാരനാണ് മറ്റേ ഗ്രൂപ്പാണ്, മഹല്ല് കമ്മിറ്റി ബഹിഷ്കരിച്ചാല് യാതൊരു പേരില്ല. കാരണം എന്റെ അതിര് പള്ളിപ്പറമ്പാ. നേരെ ആ അതിരിന്റെ അങ്ങേപ്പുറത്ത് സ്വന്തം മുറ്റത്ത് കബറണ്ട് കൊഴിക്കും, കബറ് കുത്തും, ആ സ്ഥലം പള്ളിക്കൊക്കെ അത് കൊടുക്കും. അപ്പൊ പള്ളിപ്പറമ്പാവും. ഏതായാലും അള്ളാഹുത്താല പള്ളിയിലടുത്ത് താമസിക്കാതെ തൗഫീഖ് നൽകട്ടെ. അത് പറ്റും ഉസ്താദെ, പള്ളിയിലടുത്ത് പേരേറ്റാൻ പറ്റും, എന്താ കുഴപ്പം മക്കളെ, എത്ര സൗകര്യം, ഇരിക്കട്ടെ, വിഷയം മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് പൊതുസ്ഥലത്ത് നമ്മൾ പള്ളിപ്പറമ്പ് എല്ലാരെയും കബറടക്കുന്ന സ്ഥലങ്ങളിൽ കബറ് കുഴിച്ച് ശരിയാക്കി, പക്ഷെ അതിൽ അധികാരം പറയാൻ, അത് എന്റെ കബറാണ് എന്ന് പറഞ്ഞു മിൽക്കിയത്ത് പറയാൻ, ഉടമവകാശം പറയാൻ അധികാരം ഉണ്ടായിരിക്കില്ല എന്ന് സാന്ദർഭികമായി അറിയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മയ്യത്തിനെ കബറിൽ വെക്കേണ്ട രൂപമാണ് ഈ പറഞ്ഞത്. ഇനി അവിടെ ഒന്നുകൂടി പറയട്ടെ, അതൊന്നും ഇപ്പൊ വല്ലാതെ ഞാൻ നീട്ടി പറയുന്നില്ല. മയ്യത്ത് കബറ് കുത്തുന്ന സമയത്ത് രണ്ട് രൂപമാണ്, ഒന്ന് ലഹദ്, മറ്റൊന്ന് ഷക്ക്. അത് ഷക്കിന്റെ രൂപമാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ഗൾഫ് രാജ്യത്ത് മക്ക മദീന പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ലഹദാൻ. അതെങ്ങനെ, നേരെ കബറ് താഴേക്കണ്ട് കുഴിക്കുക, എന്നിട്ട് കിബിലയുടെ ഭാഗത്തായിട്ട് ശ്രദ്ധിക്കുക, കിബിലയുടെ ഭാഗത്ത് ഉൾഭാഗത്തേക്ക് തുരന്ന് മയ്യത്ത് അങ്ങോട്ട് കയറ്റി വെക്കുക. അതിനാണ് ലഹദ് എന്ന് പറയാ. ഞാന് കിതാബുകളിലൊക്കെ അങ്ങനെ ഒരു രൂപം കണ്ടെങ്കിലും അൽഹംദുലില്ലാ മുമ്പ് ഉംറക്ക് പോയപ്പോ വ്യക്തമായി അത് കാണാനൊരു അവസരം കിട്ടി. ഒരു മദീന പള്ളിയിൽ, മദീന റസൂലുള്ളാന്റെ പച്ചക്കുബയുടെ ഭാഗത്ത് ഒരു രാത്രി തറാവീ നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ ഏകദേശം ഒരു 12 മണി 1 മണി ആയിരിക്കുന്നു. അപ്പൊ ഒരു മയ്യത്ത് കബറടക്കാൻ വേണ്ടി ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകാൻ. പിന്നെ ആ നേരത്തെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പിന്നെ ആർക്കും എന്താക്കാം, കേറിപ്പോവല്ലോ. പിന്നെ അങ്ങനെ കേറിപ്പോയി. എനിക്കും തന്നെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, രാത്രി സമയത്ത് ജന്നത്തുൽ ബഖീയിൽ രതിക്ക് ആത്മാർത്ഥമായി ഇരു കരങ്ങളും ഉയർത്തി ഒന്ന് ദ്വാരക്കാൻ
പലപ്പോഴും എന്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പകൽ സമയത്ത് അവിടുത്തെ മുത്തവ്വമാർ അതിനെ അയക്കൂലല്ലോ, നമുക്കറിയല്ലോ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് അതിനെതിരാണെന്ന്. അങ്ങനെ എന്ത് ചെയ്തു, രാത്രി സമയത്ത് കണ്ടപ്പോ എല്ലാരും പോകുന്നു കണ്ടപ്പോ ഞാനും ഈ മയ്യത്തിന്റെ പിന്നാലെ പോയി. അങ്ങനെ ജന്നത്തുൽ ബഖീന്റെ തിരുവമ്പാടിക്കൊക്കെ അറിയല്ലോ, ആ ജന്നത്തുൽ ബഖീന്റെ അങ്ങേ അറ്റത്ത്, അതിന്റെ നമ്മുടെ മദീന പള്ളിയുടെ നേരെ ഓപ്പോസിറ്റിൽ ആ തലക്കയാണ് ഖബറുള്ളത്. ഞാനും പോയി റദിക്ക് എന്താണ് ലഹദ്, എങ്ങനെയാണ് ലഹദായ ഖബറിൽ മയ്യത്തിനെ ഖബറടക്കുക, അത് റദിക്ക് നിന്ന് കാണാനൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ പിന്നെ അത് മയ്യത്ത് മൂതുകല്ലൊക്കെ വെച്ചതിന്റെ ശേഷം പിന്നെ എന്താക്കി, സുഖമായി നിന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അതിന്റെ ഖബറിങ്ങ വന്ന് രാത്രി സമയത്ത് വളരെ ഭംഗിയായി 1-2 കാര്യങ്ങള് ഞാൻ പറഞ്ഞ കാര്യം അൽഹംദുലില്ലാ ഞാനൊരു സന്തോഷത്തിന് വേണ്ടി പറയാൻ, ആ ദുആക്കുള്ള ഒരു ഇജാബത്ത് എന്റെ ജീവിതത്തിൽ ഒരുപാട് സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു അനുഭവമാണ് നമ്മുടെ ഈ KMIC. അന്ന് ഞാൻ KMICയിലില്ല, ഇപ്പൊ ഈ സിയാറത്തിന് ഉംറക്ക് പോയിട്ട് മുമ്പ് ഒരിക്കൽ പോയ എന്നൊന്നും പറയല്ലോ. കാരണം എന്താ, രാത്രി സമയമായതുകൊണ്ട് പോലീസുകാർ ആരുമില്ല, മുത്തവ്വലൊന്നുമില്ല, നമുക്ക് നല്ലതില് അന്ന് ദുആ ചെയ്തൊരു കാര്യം, റബ്ബേ മരിക്കുന്ന സമയത്ത് ഒരുപാട് മുഅ്മിനീങ്ങളുടെ ദുആ ലഭിക്കാൻ ഉപകാരപ്പെടുന്ന ഇൽമ് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങളോടുള്ള ബന്ധം സ്ഥാപിച്ചു മരിക്കാൻ നീ അവസരം നൽകണേ എന്ന് എന്റെ ജീവിതത്തിൽ പല പ്രാവശ്യം ദുആ ചെയ്തതാ. ഞാനൊരു സന്തോഷം പറയാൻ, അമ്മാ ബിനിഅ്മത്തി റബ്ബിക ഫഹദ്ദിസ്, ആ ഒരു ഭാഗ്യം KMICയിലൂടെയാണ് കിട്ടിയത്. കാരണം ഒരുപാട് മുഅ്മിനീങ്ങളുമായി ബന്ധപ്പെടാനും സ്നേഹം കൈമാറാനും അറിയുന്നത് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ഒരുപാട് തെറ്റായ വശം തിരുത്തി നല്ല വശത്തിലേക്ക് എത്തിക്കാനൊക്കെയും അവസരം കിട്ടി. അന്നൊക്കെ ദുആ ചെയ്തതിന്റെ ഒരു ഫലം. അപ്പൊ ഞാൻ പറയുന്നത് ലഹദ്, ആ ലഹദാണ് അഫ്ളൽ. പക്ഷെ ഈ അഫ്ളലൊക്കെ നമ്മളിപ്പോ പറയാൻ നിന്നാല് നമ്മുടെ നാടുകളിൽ അത് നടന്നോളണം എന്നില്ല. നമ്മുടെ നാട്ടിലെ കുയ്യം മുക്രിമാർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അത് പരിചയിച്ചോളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ലഹദായ രൂപത്തിൽ ലഹദിലേക്ക് മയ്യത്തിനെ വെച്ചുള്ള ഒരു ഖബറടക്കുന്ന രീതിയിൽ നിന്ന് തൽക്കാലം ഞാൻ പിന്മാറുകയാണ്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നത് ഏതാ, നേരെ ഖബറ് അങ്ങോട്ടും ഇങ്ങോട്ടും തുരക്കാത്ത രൂപത്തിൽ നേരെ കീപ്പോട്ട് താഴ്ത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ആ ഖബറ് കുഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം. കീഖബറ് ആയം കുറവാവണം, മേഖബറാണ് ആയം കൂട്ടേണ്ടത്. ശ്രദ്ധിക്കുക. എങ്ങനെ, നമ്മൾ 4.5 മുഴമാണ് ഖബറിന്റെ ആയം എന്ന് പറഞ്ഞല്ലോ. ഈ 4.5 മുഴത്തിൽ നിന്ന് കീഖബറ് ആയം കുറക്കുക. എങ്ങനെ കുറക്കുക? മൂടുകല്ല് വെച്ചാൽ മയ്യത്തിന്റെ ശരീരത്തിൽ തട്ടാത്ത രൂപത്തിലുള്ള ആയം മതി കീഖബറിന്. ഞാനും ഇഷ്കാലാവരുത്. മുങ്കർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചോദിക്കാൻ വരുമ്പോ നീച്ചിരിക്കുമ്പോ തലമുട്ടൂലേ. എന്റെ നാട്ടിലേക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പള്ളിക്കന്ന് മഗ്‌രിബ് ബാങ്ക് കേൾക്കുമ്പോ മയ്യത്ത് ഖബറിൽ നീച്ചിരിക്കുന്നു. എന്റെ നാട്ടിലേക്ക് അങ്ങനെ ചില മുമ്പ് വയസ്സായ തള്ളാരക്കുമ്പോണ് ഈ അസറിന്റെ ശേഷം കുട്ടികൾ കടന്നുറങ്ങുമ്പോ മയ്യത്ത് പോലും ഖബറിൽ നീച്ചിരിക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങൾ കടന്നുറങ്ങുന്നതിനൊക്കെ ചോദിക്കും വയസ്സായ തള്ളാര്. അപ്പൊ ഖബറിൽ മയ്യത്ത് നീച്ചിരിക്കട്ടെ, കുമ്പത്ത് നിൽക്കട്ടെ, നീച്ച് നടക്കട്ടെ. നിങ്ങൾ നോക്കി, നിങ്ങൾ എത്രയോ ചരിത്രങ്ങൾ കാണാം. ഖബറിലൂടെ ഒരു മനുഷ്യൻ വറകുങ്കത്ത് വഹിച്ച് നടക്കുന്ന ഒരു ചരിത്രം മുമ്പ് നമ്മളെ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ടില്ലേ? അയാള് തീയിനാലുള്ള വറകുങ്കത്ത് വഹിച്ച് ഖബറിൽ കൂടെ അങ്ങനെ നടക്കുക. അദ്ദേഹത്തോട് ചോദിച്ചു, നീ ചെയ്ത തെറ്റെന്താണ്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റൊന്നുമല്ല, മറ്റൊരുത്തന്റെ ഈർക്കില് അവന്റെ സമ്മതമില്ലാതെ പല്ല് കുത്താൻ വേണ്ടി ഞാൻ എടുത്തിരുന്നു, അതിനുള്ള ശിക്ഷയാണ് ഈ തീയിനാലുള്ള വറകുങ്കത്ത് വഹിച്ച് ഞാൻ ഈ നടക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ തെറ്റിനനുസരിച്ച് ഖബറിൽ ചാതലും മോതലും നടക്കളൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചൊന്നും ഇപ്പൊ ഖബറ് വായം കൂട്ടാൻ നിന്നാല് പിന്നെ പാളയം കയറുമ്പോ മയ്യത്ത് കീപ്പത്ത് ഇറക്കി കൊടുക്കേണ്ടി വരും. പാളയം കയറുമ്പോ മയ്യത്ത് കീപ്പത്ത് ഇറക്കേണ്ടി വരും. കീഖബർക്ക് ചിലപ്പം മേക്കബലിൽ നിൽക്കുന്നവർക്ക് എന്താവൂല, സൗകര്യം കിട്ടൂല. അപ്പൊ മേക്കബലിൽ മുത്തുകുത്തി നിന്ന് ഈ മയ്യത്തിനെ ഖബറിൽ ചെരിച്ചു കിടത്താനും കഫൻ തുണി നീക്കി വലത്തെ കവിൽത്തടം മണ്ണിനോട് ചേർത്തി വെക്കാനൊക്കെയും സൗകര്യം ഈ മേക്കബലിൽ നിന്ന് കിട്ടണം. അപ്പൊ ഈ ഖബറ് വിശാലത കൂട്ടുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താണ്?
ഈ ഖബറിൽ ഈ മയ്യത്തിനെ കൈകാര്യം ചെയ്യുന്നവർക്ക് നിൽക്കാനും ഈ മയ്യത്തിനെ സുഖമായ രൂപത്തിൽ ഖബറടക്കാനും സൗകര്യം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു വിശാലതയാണ്. അല്ലാതെ മയ്യത്ത് എഴുന്നേറ്റിരിക്കുമ്പോൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഖബറിൽ തലമുട്ടാതിരിക്കുക എന്ന തെറ്റായ ധാരണയിൽ നിന്ന് നമ്മളൊക്കെയും മാറണം. അങ്ങനെ പലവരുടെ മനസ്സിലുമുണ്ട്. വയസ്സായ സഹോദരിമാരുടെ കൽബിലൊക്കെയും കിടക്കുന്ന ഒരു തെറ്റായ ധാരണയായത് അത് നിങ്ങളൊക്കെയും സാന്ദർഭികമായി അവനവന്റെ കുടുംബത്തിലുള്ള വയസ്സായവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരുടെ കൽബിലുള്ള തെറ്റായ ധാരണകൾ പിന്മാറ്റിയെടുക്കണമെന്ന് ഉണർത്തുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിൽ മയ്യത്തിനെ ഖബറടക്കേണ്ട രൂപം അങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയുന്നു ഇവിടെ ഈ രൂപത്തിലുള്ള ഖബർ ഇന്ന് നമ്മുടെ മഹല്ലത്തുകളിലൊന്നുമില്ല. ഇനി ഞാൻ പറയുന്നു ഇൻഷാ അല്ലാഹ് ഞാൻ പറയാൻ പോകുന്ന വിഷയം അടുത്ത ക്ലാസിന്റെ ഉസ്താദന്മാര് എത്തിയതായി ആരും അറിയിച്ചിട്ടില്ല, ആരെയും കാണുന്നുമില്ല. ഒരു അല്പസമയം കൂടി നമുക്ക് പറയാം. അഥവാ വളരെ വ്യക്തമായി എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മയ്യത്തിനെ വലഭാഗത്തിന്റെ മേൽ ചെരിച്ചു കിടത്തൽ നിർബന്ധമില്ലട്ടോ. ഇന്ന് നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താ? വടക്കോട്ട് തലവെക്കും, എന്നിട്ട് വലഭാഗത്തിന്റെ മേലിൽ തെക്കു വടക്കായിരിക്കും ഖബർ. അങ്ങനെ വടക്കു ഭാഗത്താണ് തലഭാഗം വരിക, തെക്കു ഭാഗത്താണ് എന്തും വരിക, കാലിന്റെ ഭാഗവും വരിക. എന്നിട്ട് വലഭാഗത്തിന്റെ മേലിൽ മയ്യത്തിനെ ചെരിച്ചു കിടത്തും. അത് നിർബന്ധമില്ല. മുഖവും നെഞ്ചും കിബിലയിലേക്കാവൽ നിർബന്ധമാണ്. അത് വലഭാഗത്തിന്റെ മേലാവൽ നിർബന്ധം. കാരണം എന്താ? യാദൃശികമായി ഒരു മയ്യത്തിനെ വലഭാഗത്തിന്റെ മേലിൽ ചെരിച്ചു കിടത്താൻ കൂടിയിലാണ് വെക്കുക. അപ്പൊ നമ്മൾ അവിടെ കാണും ബേജാറാവാതിരിക്കാൻ. കാരണം കാലങ്ങളോലമായി മയ്യത്തിനെ കിടത്തുന്ന രൂപത്തിനൊരു എതിര് കാണുമ്പോ അല്ലെങ്കിൽ ഒരു എതിരായ ഒരു അവസ്ഥ വന്നു എന്ന് വെക്കുക. അപ്പൊ നമ്മൾ അവിടെ പ്രശ്നം ഉണ്ടാക്കണ്ട അതിനാ. പക്ഷെ വലഭാഗത്തിന്റെ മേലിൽ ചെരിച്ച് മുഖവും നെഞ്ചും കിബിലയിലേക്ക് അങ്ങനെ കിടത്താൻ സൗകര്യമുണ്ടാകുമ്പോ ഇടഭാഗത്തിന്റെ മേലിൽ ചെരിച്ച് കിടത്തി മയ്യത്തിന്റെ മുഖവും നെഞ്ചും കിബിലയിലേക്കാക്കി കിടത്തല് കറാഹത്താണ്. അപ്പൊ ഇവിടെ നിർബന്ധം എന്താണ്? മുഖവും നെഞ്ചും കിബിലയിലേക്കാവൽ നിർബന്ധാണ്. അത് വലഭാഗത്തിന്റെ മേലായും കൊണ്ട് ആവൽ പ്രത്യേകം സുന്നത്ത്. സാധ്യമല്ലെങ്കിൽ ഇടഭാഗത്ത്. വലഭാഗത്തിന്റെ മേൽ സാധിച്ചും കൊണ്ട് ഇടഭാഗത്തിന്റെ മേൽ കിടത്തലെന്തും കറാഹത്തും. ഇനി ഒന്ന് പറയട്ടെ, ഇന്ന് പല മഹല്ലത്തിലും മയ്യത്ത് ഖബറടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ഖബറിലേക്കൊന്ന് എത്തിവെക്കൊണ്ടു. ഞാനതൊക്കെ എത്തിവെക്കലുണ്ട്. അപ്പൊ നിങ്ങൾ പറയാം ഉസ്താദല്ലപ്പ നാത്ത പറഞ്ഞത് ഖബറിക്ക് നോക്കരുത്. അങ്ങനെയല്ല, ചില നിർബന്ധമായ മസാലകൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് മസാല ഉണ്ട്. ഇപ്പൊ നിസ്കാരത്തിൽ ഇടഭാഗത്തേക്കും വലഭാഗത്തേക്കും തിരിയാൻ പാടില്ല. തിരിഞ്ഞു നോക്കൽ കറാഹത്ത. വിവരമുള്ള ഇമാമിനിക്ക് ഇടഭാഗത്തേക്കും വലഭാഗത്തേക്കും ഇടങ്കണ്ണിട്ടും വലങ്കണ്ണിട്ടും നോക്കുന്നോണ്ട് കുഴപ്പമില്ലാന്നാ. കാരണം എന്റെ ഇടഭാഗത്തും വലഭാഗത്തൊക്കെ നിൽക്കുന്ന മൗമൂമീങ്ങളെയൊക്കെ നിസ്കാരത്തിൽ വല്ല തകരാറും സംഭവിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിച്ച് നൗമി നോക്കിങ്ങള്. നമ്മള് സാധാരണ ഉറങ്ങാൻ കിടക്കുന്ന രൂപത്തില് വലഭാഗത്തിന്റെ മേൽ ചെരിച്ചും കൊണ്ട് സാധിക്കുമെങ്കിൽ, വലഭാഗത്തിന്റെ മേൽ സൗകര്യമുണ്ടെങ്കിൽ വലഭാഗത്തിന്റെ മേലിൽ ഉറങ്ങാൻ കിടക്കുന്ന രൂപത്തിലാണ് മയ്യത്തിനെ ഖബറിൽ കിടത്തേണ്ടത്. ഇന്ന് നമ്മുടെ മയ്യത്തിനെ ഖബറിൽ കിടത്തുമ്പോ കിഴക്കേ ചുമരും മയ്യത്തും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഇന്ന് നമ്മുടെ മഹല്ലത്തിൽ മയ്യത്ത് ഖബർ അടക്കുന്നത് എങ്ങനെയാണ്? കിഴക്കേ ചുമരിലേക്ക് ചാരി വെക്കല. അത് എങ്ങനെ? ഫുള്ള് ചാരി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ദിക്ക് കിഴക്കേ ചുമരിനോട് ചാരി വെക്കാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുഖവും നെഞ്ചും അങ്ങനല്ല. ഒന്നിങ്ങനെ കയറ്റൊന്നത് വെക്കും. മനസ്സിലായാനാവും. പുരുഷന്മാര് തിരുവമ്പാടിയൊക്കെ ഉണ്ട്, നല്ലൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ തിരുവമ്പാടിക്ക് തിരിയിലാനല്ല, കാരണം മഹല്ലത്തിലൊക്കെയും പല വിഷയങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആളുകളാണ്. ഒന്ന് കിഴക്കേ ചുമരിലേക്കും മയ്യത്തിനെ ഒന്ന് ഇത് കയറ്റി വെക്കും. എന്ത്? മയ്യത്തിങ്ങട്ട് മറിയാതിരിക്കാനാ. നിങ്ങൾ കുയ്യമുക്കെന്ന് ചോദിച്ചു നോക്കുന്നു. അല്ല മല്ലാക്ക, എന്താ നിങ്ങൾ ഈ കിഴക്കേ ചുമരിലേക്ക് മയ്യത്തിനെ ഒന്നിങ്ങട്ട് കയറ്റി വെച്ചിരിക്കുന്നു? അത് മയ്യത്തിങ്ങത്തെ മലർന്നു വരാതിരിക്കാനാണ് എന്നായിരിക്കും നിങ്ങളുടെ ഭൂരിപക്ഷം മഹല്ലത്തിലെയും കുയ്യമുക്കരിമാരിൽ നിന്ന് കിട്ടുന്ന മറുപടിയെങ്കിൽ അതിന് വ്യക്തമായ മറുപടി KMIC നൽകുകയാണ്. അങ്ങനെ മയ്യത്തിനെ കിഴക്കേ ചുമരിലേക്കൊന്ന് കയറ്റി വെച്ചാൽ ഈ മയ്യത്തിന്റെ നെഞ്ചും മുഖവും അത് നേരെ കിബിലക്കാവൂല, കുത്തനെ
ചെരിഞ്ഞുകൊണ്ട് ആകാശഭാഗത്തേക്ക് അത് വരും. അല്ലെ? നിങ്ങൾ നോക്കി, നിങ്ങളൊന്നിങ്ങനെ എന്റെ പുരുഷന്മാരൊക്കെ ഒന്നിങ്ങനെ മനസ്സിൽ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കി. ഒരു കേക്കെ ചുമരിനോട് ഇങ്ങനെ ഒന്നങ്ങോട്ട് കേറ്റി ചാരി കിടക്കുന്ന രൂപം, നേരെ നെഞ്ചും മുഖവും എങ്ങോട്ട് പോകും? കിബിലയിലേക്ക് പോകില്ല, ചെരിഞ്ഞുകൊണ്ട് ആകാശഭാഗത്തേക്കാ പോവുക. അപ്പൊ നമ്മുടെ കുയ്യമുക്രിമാര് പറയും അത് മയ്യത്ത് മരിയാതിരിക്കാനാണ്. എന്നാ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എങ്ങനെ കാര്യങ്ങള്? മയ്യത്തിനെ പൂർണ്ണമായും വലഭാഗത്തിന്റെ മേൽ 45 ഡിഗ്രി മുകളിൽ പോകും. അതെ, ഷൗക്കത്ത് സഖാഫി ഇൻഷാ അല്ലാഹ് അത് എന്തൊരു കണക്ക് അറിയിക്കുന്നുണ്ട്. മയ്യത്തിനെ നേരെ ശ്രദ്ധിക്കട്ടോ, നേരെ കബറിൽ കിടത്തിയിട്ട് മുഖം, ഇപ്പൊ നമ്മൾ ഉള്ളൻകാല്, ഇന്ന് നമ്മൾ കുഴിക്കുന്ന കബറിൽ 2 ഉള്ളൻകാല് പടിഞ്ഞാറ് ചുമരിലേക്ക് ചേർക്കാൻ വയ്ക്കൂല, മുഖം പടിഞ്ഞാറ് ചുമരിലേക്ക് ചേർക്കല്ലോ, അല്ലെ? അതിന് കുഴപ്പമില്ലല്ലോ, ഇങ്ങനെ ചേർത്തി വെക്കുക. അപ്പൊ കേക്കെ മതിലിന്റെയും മയ്യത്തിന്റെയും ഇടയിൽ കേപ്പ് വരും, അല്ലെ? ആ കേപ്പ് വരുമ്പോൾ നമ്മൾ കയ്യെടുത്താൽ മയ്യത്ത് മലർന്നു വരും. ആ മയ്യത്ത് മലർന്നു വരാതിരിക്കാൻ മയ്യത്തിന്റെ മുതുകിന്റെ ഭാഗത്ത് വൃത്തിയുള്ള ശുദ്ധിയുള്ള ഒരു ഇഷ്ടിക പോലത്തത് വെക്കുക. അപ്പൊ എന്ത് ചെയ്യും? കേക്കെ ചുമരിന്റെയും മയ്യത്തിന്റെ മുതുകിന്റെയും ഇടയിൽ ഒരു ഇഷ്ടിക വിലങ്ങിനെ നീളത്തിൽ അവിടെ വെച്ചു കൊടുക്കുക. അപ്പൊ പടിഞ്ഞാറ് ചുമരിനോട് ചാരി മയ്യത്ത് വരും. കേക്കെ ചുമരുമായി മയ്യത്തിന്റെ ബന്ധം പാടെ വിച്ഛേദിച്ചിരിക്കും. മനസ്സിലായവരൊക്കെ രസടിക്കും. പരിചയം ഇത് ചെയ്തു പരിചയം ഇല്ലാത്തവരും കണ്ടു പരിചയം ഇല്ലാത്തവരും ഒരു രസടിക്കും. അൽഹംദുലില്ലാ, തിരുവമ്പാടി ഇവിടെ മണ്ണ് കത്ത വക്കലാണ്. മണ്ണ് കത്ത ഇഷ്ടിക എന്നുള്ളൊരു ഉദാഹരണം. ഇഷ്ടിക എന്നുള്ളത് ഒരു ഉദാഹരണമാണ്. ഇഷ്ടിക ആവാം, വേറെ എന്തെങ്കിലും ആവാം, മരക്കഷ്ണൊക്കെ ആവാം. മയ്യത്തിങ്ങട്ട് മലരരുത്. അപ്പൊ നോക്കി, ഇനി നമ്മൾ ഒരു കബറിലേക്ക് മയ്യത്ത് നോക്കിയാല, ഒരു കബറിലേക്ക് മയ്യത്ത് കബറടക്കിയതിന് ശേഷം നോക്കിയാൽ, ഇനിയിപ്പോ നമ്മൾ കബറിലേക്ക് നോക്കൽ സുന്നത്തില്ലാന്നൊക്കെയും പറഞ്ഞു. ഇങ്ങനെ ഒരു കാര്യം എന്റെ കുയ്യമുക്കിരി നിങ്ങൾ ചെല്ല, കുയ്യമുക്കിരി അതൊക്കെ ചെല്ല. എങ്ങനെ നിങ്ങൾ മയ്യത്ത് കബറിൽ വെക്കല്? അതൊക്കെ എന്താ പണിക്കാണ്ട് മരിച്ചിട്ട് തന്റെ മയ്യത്തിന് കൊന്തരാ വെച്ച രൂപം ഞാനത് കാണിച്ചു തരാന്ന് പറയും. കുയ്യമുക്കിരി അങ്ങനെ പറയാ. ഇജ്ജ് എന്തിനപ്പൊ ചോദിച്ചത്? ഇജ്ജ് മരിച്ചിട്ട് മയ്യത്തിന്റെ കയ്യിലാണ് കിട്ടിയ ബക്കറിക്ക് ഞാനത് അല്ല, നിക്കൊന്ന് അറിയാനാണ്. പറയും സുഹൃത്തെ, നല്ലപോലെയൊക്കെ ഇങ്ങനെ കൂടുമ്പോ എന്ത് ചെയ്യും? ഓം നല്ലപോലെ ആകുമ്പോ ഓനും പറയും. ഇങ്ങനെ കേക്കെ ചുമര് ഒന്നിങ്ങനെ കേച്ചേക്ക് അല്ല, കബറിലേക്കാണ്ട് നോക്കിയാൽ കിഴക്കേ ചുമര് അല്ലെങ്കിൽ മതില്. ഞാൻ ഈ ചുമര് മതില് എന്ന് പറയുന്നത് റേഡിയോ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കണം. ഈ കബറ് വന്നാൽ 2 ഭാഗം വരുമല്ല. അതാണ് ഇപ്പൊ ഈ കേക്കെ ചുമരും പടിഞ്ഞാറ് ചുമരും. കേക്കെ ചുമരും മയ്യത്തും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇഷ്ടിക വെച്ച് ഈ മയ്യത്തിങ്ങട്ട് മലരാതിരിക്കാൻ, മലർന്ന് വരാതിരിക്കാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാ ഫിഖിന്റെ കിതാബിൽ എല്ലാ ഇടങ്ങളിലും. പിന്നെ നമ്മൾ മറ്റേ രൂപമുണ്ട്. ഇപ്പൊ നമ്മൾ അഫ്ളലായ രൂപം പറഞ്ഞു. മയ്യത്തിനെ കബറടക്കി കബറിലേക്ക് നോക്കിയാൽ ഹത്താ യകൂന ഖരീബൻ മിൻ ഹൈഅത്തി റാഖി എന്ന് പറഞ്ഞല്ലോ. ആ ഒരു രൂപത്തിലാണ് മയ്യത്തിനെ കബറടക്കുന്നത്. പിന്നെ മയ്യത്ത് മലരില്ല. കാരണം ആ മയ്യത്തിന്റെ മുതുകിന്റെ ഭാഗം ഏകദേശം കിഴക്കേ ചുമരുമായി മുത്തിയിലാന്നുള്ള രൂപത്തിലായിരിക്കും നിൽക്കുക. അപ്പൊ പിന്നെ മയ്യത്താണ്ട് മലർന്നു പോകൂല. നേരെ മറിച്ച് ഇന്ന് നമ്മുടെ നാടുകളിൽ കുഴിക്കുന്ന കബറുകളിൽ മയ്യത്തിനെ നേരെ തെക്ക് വടക്ക് കുഴിക്കുന്ന അവിടെ ശ്രദ്ധിക്കുക. നേരെ തെക്ക് വടക്ക് നമ്മുടെ നാടൻ ശൈലിയിൽ പറയാട്ടോ. നേരെ തെക്ക് വടക്ക് കബറ് കുഴിച്ചാൽ ഒരിക്കലും മയ്യത്തിനെ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ കബറിൽ കിടത്തിയാൽ തന്നെ മുഖവും നെഞ്ചും കിബിലയിലേക്കാകൂല. പിന്നെ എങ്ങനത്തെ ആകുള്ളൂ? പടിഞ്ഞാറ്റേ ആകുള്ളൂ. സാധാരണക്കാർക്ക് തിരിയാൻ പല പ്രാവശ്യം ഇത്തരം മസ്അലകളൊക്കെയും പല മസ്അലകളും പറയുന്ന കൂട്ടത്തിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം കിബിലയിൽ നിന്ന് പടിഞ്ഞാറിൽ നിന്ന് ഇത്തര ഡിഗ്രി തെറ്റിയാലേ കിബിലയിലേക്കാകുകയുള്ളൂ. പഴയ കാലത്തെ ഉസ്താദന്മാർ അതിനെങ്ങനെ പറയാറുള്ളത്? നേരെ പടിഞ്ഞാറ്റ് തിരിഞ്ഞ് എന്ത് ചെയ്യുക? ഇടത്തെ കാലിന്റെ അല്ലെ അങ്ങനല്ലേ, ഇടത്തെ കാലിന്റെ തള്ളാം വിരലിന്റെ ഭാഗത്ത് വലത്തെ കാലിന്റെ ചെറിയ വിരൽ എത്തുന്ന രൂപത്തിൽ തിരിയുക. ഇങ്ങനെ പറയാൻ അങ്ങനെ തന്നെയല്ലേ? ഓർമ്മല്ലേ? പറഞ്ഞോട്ട് വെച്ചോ. ആ തിരിച്ചലിന്
കിബില ശരിയാവാൻ വേണ്ടി തിരിയുന്ന രൂപത്തിൽ പഴയ കാലത്തെ ഉസ്താദുമാർ അങ്ങനെയാണ്. ഇടത്തെ കാലിന്റെ ചെറിയ വിരലല്ല, ഷൗക്കത്ത് സഖാഫിക്ക് ഓർമ്മ എന്തെങ്കിലും രസമായിരിക്കും അല്ല, ഇടത്തെ കാലിന്റെ പെരുവിരല് അല്ല, വലത്തോത്ത് ഇങ്ങനെ വലത്തോത്ത് വലത്തെ കാല്, ഓക്കെ സോറി ഒന്നും കൂടി പറയുന്നു, വലത്തെ കാലിന്റെ നേരെ പടിഞ്ഞാത്ത് തിരിഞ്ഞു നിൽക്കുമ്പോ വലത്തെ കാലിന്റെ പെരുവിരൽ എവിടെയാണോ തിരിഞ്ഞ് ഇടത്തെ കാലിന്റെ ചെറിയ വിരൽ അവിടേക്ക് എത്തണം. അങ്ങനെ വലത്തോക്ക് തിരിയ. ആ തിരിച്ചൽ കറക്റ്റ് കിബിലക്കായിരിക്കും. അവര് യക്കീന് കിട്ടൂല, ഏകദേശം ഒരു 95% ഉറപ്പിക്കാം. ദൂരത്താകുമ്പോ ലഞ്ഞു മതി, കഅബന്റെ അടുത്താവുമ്പോ യക്കീന് വേണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കാര്യം പ്രത്യേകം ഉണർത്തുകയാണ്. ഇഷ്ടിക വെക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് പറയാം. ഇഷ്ടിക എന്ന് പറയുമ്പോ നമ്മൾ ഇഷ്ടിക എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞു എന്നുള്ളൂട്ടോ. ചൂലക്കു വെച്ച വസ്തുക്കൾ, തീയുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഖബറുമായി തൊടിക്കാൻ പാടില്ല. ഈ ഇഷ്ടിക എന്നുള്ളത് ഇന്നിപ്പോ നമ്മളെ നാടുകളിലൊക്കെയുള്ള ഇഷ്ടിക ഏതാ? ചൂലക്ക് വെച്ചതായിരിക്കും, തീയിൽ വെച്ച് വേവിച്ചതായിരിക്കും. തീയിൽ വെച്ച് വേവിച്ചതായിരിക്കും. അതുകൊണ്ടാണ് കുരുദീസ് പോലത്തത് മൂതുകല്ലായി വെക്കുന്നത് നല്ലതല്ല. കാരണം കുരുദീസ് തീയിൽ വെച്ച് വേവിച്ചതാ. അതിന്റെ പിന്നെ ഇന്ന് നമ്മുടെ പല സ്ഥലങ്ങളിലും സ്ലാബാണ്. അത് ഞാൻ അപതെത്തുമ്പോ പറയാതെ, ഏതായാലും നമ്മൾ അതിന്റെ ഇടയിൽ മയ്യത്തും മലരാതിരിക്കാൻ വേണ്ടി ഒരു ഇഷ്ടിക വെക്കുന്ന വർത്താനം പറഞ്ഞപ്പോൾ ആള് ഇഷ്കാലാക്കിയതാണ്. അതേതായാലും ഇഷ്കാലാക്കിയത് നന്നായി. അപ്പൊ നമ്മൾ തീയിലിട്ട് വേവിച്ച വസ്തുക്കള് ഖബറുമായി തൊടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ മയ്യത്തും മലരാതിരിക്കാൻ നമ്മൾ ഇഷ്ടിക വെക്കാന്ന് പറഞ്ഞത് അതിന് പറ്റാവുന്ന വസ്തുക്കള്. അപ്പൊ തീയിലിട്ട് വേവിച്ച ഇഷ്ടികയോ കുരുദീസോ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഷൗക്കത്ത് സഖാഫി പോലത്തവർ അറിയിച്ചതുപോലെ വെച്ച മണ്ണും കത്തയോ അല്ലെങ്കിൽ കരിങ്കല്ലിന്റെ കഷ്ണൊക്കെ ആവാം. പക്ഷെ ഇത്രേ ഉദ്ദേശമുള്ളൂ. അവരെ ഇഷ്ടിക ആവുക അല്ലെങ്കിൽ മണ്ണും കത്തയാവുക, അങ്ങനൊന്നും അവരുടെ വ്യത്യാസമില്ല. സാധാരണ മയ്യത്ത് പടിഞ്ഞാറ് ചുമരിലേക്ക് ചേർത്തി വെക്കുമ്പോ കിഴക്കേ ചുമരിന്റെയും മയ്യത്തിന്റെയും ഇടയിൽ അകൽച്ചയുണ്ടാകും. അപ്പൊ സ്വാഭാവികമായും മയ്യത്ത് നമ്മള് ചിലപ്പോ മൂതുകല്ല് വെക്കുമ്പോഴേക്ക് മലർന്ന് കിടക്കും. മലർന്ന് കിടന്നാൽ മയ്യത്തിന്റെ മുഖവും നെഞ്ചും കിബിലയിലേക്കാകൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഖബറാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അവനവന്റെ രാജ്യത്തുള്ള മഹല്ലത്തിലുള്ള ഖബറ് കിബിലക്കാണോ എന്ന് ശ്രദ്ധിക്കുക. അതിന്റെ ശേഷം മയ്യത്ത് ഖബറിൽ വെക്കുന്നത് കിബിലയിലേക്കാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം. അല്ലാതെ ഇപ്പൊ നമ്മൾ നേരെ തെക്ക് വടക്ക് ഖബറുത്തി എന്നിട്ട് ഇങ്ങനെ മുക്കൈനോട് ചൂടായി എങ്ങനെയാ പറ്റി ഖബർ മയ്യത്ത് വെച്ചിക്കണ്, എന്നിട്ട് കേച്ചക്ക് എന്നിട്ട് കിബിലക്ക് ചെരിയത്തെ. ഇവിടെ എന്ത് ചെരിച്ചിട്ടെന്താ കാര്യം? ഇവിടെ ഖബറ് നിൽക്കുന്നത് കിബിലക്കല്ല. ഞാൻ മയ്യത്തിനെ എങ്ങോട്ട് ചെരിച്ചാലും ചിലപ്പം കിബില കിട്ടിക്കോന്നില്ല. ആ കാര്യം മറക്കണ്ട. അപ്പൊ ഖബറും കിബിലയിലേക്കാവണം. മയ്യത്ത് ആ ഖബറിൽ കിടക്കുന്ന മയ്യത്തും കിബിലയിലേക്കാവുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തി ഇൻഷാ അള്ളാഹ് ഇനി ഇതിന്റെ ബാക്കി ഭാഗം ഞാനിത് ഇന്ന് ഖബറടക്കൂലേന്ന് പലവരും ചോദിച്ചു. നമ്മൾ ഖബറടക്കുന്ന 3 വിഷയമാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഒന്ന്, അന്ധവിശ്വാസത്തിന്റെ പേരിൽ കീക്കബർ ആയം കൂട്ടുന്ന ഒരവസ്ഥ, അത് നമ്മൾ ഒഴിവാക്കണം. അത് അപൂർവം ചില നാട്ടിലുള്ളൂ. പിന്നെ മയ്യത്ത് ഖബറടക്കുമ്പോ എല്ലാവർക്കും പാടെ വെയിലും മയും കൊള്ളാതിരിക്കാനല്ല ഈ തുണി മേലെ പൊരിക്കുന്നത്, ഖബറ് കാണാതിരിക്കാനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോ അത് വിവരമുള്ളവരടക്കം പറഞ്ഞു കുയ്യം മുക്കരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ഖബറിലേക്ക് മയ്യത്ത് ഇറക്കാൻ ആവശ്യമായവർ മാത്രം ഈ പായിലോട്ട് വരിക. ബാക്കിയുള്ള എല്ലാവരും അത് മാറി നിന്ന് പുറത്തു നിന്ന് നോക്കിയാൽ ഈ ഖബറ് കാണാത്ത രൂപത്തിൽ ഉയരത്തിലായിരിക്കണം ഈ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കാനും. ചില കാര്യപ്പെട്ട ഉസ്താദന്മാർ പറഞ്ഞെന്താ, അതിന് എന്ത് ചെയ്താൽ മതി? ആ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കേണ്ട ഭാഗം ഒന്നത് പൊന്തിച്ചു കൊടുത്താൽ മതി. ബാക്കി 3 ഭാഗവും അവിടെ താന്ന് കറന്നോത്തെ. ആ ഖബറിൽ മേക്കബറിൽ നിൽക്കുന്നവരുടെ തലങ്ങനെ തടയുമ്പോ അവർക്ക് മയ്യത്തേറ്റ് കൈകാര്യം ചെയ്യാൻ പ്രയാസം ഉണ്ടാവും. അങ്ങനെ പ്രയാസമൊന്നും ഇല്ലാത്ത രൂപത്തിൽ ആ വസ്ത്രത്തിന്റെ മേലാപ്പിന്റെ 4 ഭാഗത്ത് പൊതിച്ചവർ തന്നെ അവരുടെ തല അതിന്റെ ഉള്ളിലേക്ക് ഇടാത്ത രൂപത്തില് തല പുറത്തേക്കാക്കി കൈ കൊണ്ട് പൊരിച്ചാൽ അവരും ആ എന്ത് കാണൂല,
ആ ഖബറ് കാണൂല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു തെറ്റായ രൂപങ്ങളൊക്കെയും നമ്മുടെ മഹല്ലത്തിൽ കാണുന്നു. കഴിവിന്റെ പരമാവധി അതൊക്കെ ഇല്ലാതെയാക്കി എടുക്കാന്നുള്ളത് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ നമ്മളിപ്പോ മാറിക്കല എല്ലാവരും ഈ ഖബറിന്റെ പദങ്ങൾ ഈ ബിരിയാണി ചെമ്പിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോൾ അബ്ബറക്കല്ലി മാറിക്കല്ലി എന്ന് പറഞ്ഞാൽ എല്ലാരും പാടും ഉറപ്പാ. കൊയ്യമ്മുക്കയുടെ കയ്യിൽ വിക്കാസ്, ചുരുക്ക്, വത്തരിവാളി, കൈക്കോട്ടൊക്കെ ഉണ്ടാവും, പലതുണ്ടാവും. ആരത എബിനാടെ പജ്ജൊരു മസലറ്റ് വരുന്നു. എബറയുടെ കൈക്കോട്ടും വിക്കാസും ശ്രദ്ധിച്ചോളോന്തു. ഞാൻ ഉത്തരവാദിയാവൂല. KMICയുടെ ക്ലാസ് കേട്ട് ഏതോ പള്ളിപ്പറമ്പിൽ അതി നടക്കണത്രയെന്ന് പറഞ്ഞാൽ ഇവിടെ KMICക്കെതിരെ കേസ് കൊടുക്കരുത്. കാര്യങ്ങള് കൈകാര്യം ചെയ്യുമ്പോ ഇന്നലെ ഡോക്ടർ കീശേരി സാഹിബ് പറഞ്ഞ മാതിരി ദേഷ്യം വരാതെ ചിറിച്ച് കളിച്ച് വിഷയം അറിയാത്തവരുടെ കൽബിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിലുള്ള ശൈലി ഉപയോഗിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെയും ഒരു കാലത്തും മരിച്ച് നമ്മുടെ പള്ളിപ്പറമ്പിൽ കിടക്കുമ്പോ അൽഹംദുലില്ലാഹ് അന്ന് KMICക്ക് വേണ്ടി പ്രവർത്തിച്ച കാരണം KMICയിൽ നിന്ന് മയ്യത്ത് പരിപാലന ക്ലാസ് കേട്ട് ശരിയായ രൂപത്തിൽ എന്നെ കുളിപ്പിച്ചു, ശരിയായ രൂപത്തിൽ ഖബറ് കുഴിച്ചു, എന്റെ മുഖവും നെഞ്ചും കിബിലയിലേക്കാക്കി കിടക്കാൻ എനിക്കൊരവസരം കിട്ടി എന്ന്. അതാ നമ്മുടെ ഖബറിലേക്കുള്ള ഒരു പ്രകാശം. നമ്മൾ ഈ മസ്അല പലവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ഒരുപാട് മഹല്ലത്തിലേക്ക് ഇത് എത്തി. അങ്ങനെ നമ്മുടെ ഖബറിൽ കിടക്കുമ്പോ ഒരുപാട് മുഅ്മിനീങ്ങളുടെ മുഖവും നെഞ്ചും കിബിലയിലേക്കാക്കുക എന്ന ഉത്തരവാദിത്തം, ഒരു ഭാരിച്ച ഉത്തരവാദിത്തം നമ്മുടെ ഒരു ക്ലാസ് റൂമിലൂടെ മറ്റുള്ളവരെ അറിയിച്ചു. കാരണം അതിന്റെ ഒരു മിസ്ലു സവാബ് മുക്കം ജുമാഅത്ത് പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോ, മദവൂർ ജുമാഅത്ത് പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോ, കൈപ്പുറം ജുമാഅത്ത് പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോ ഒരുപാട് മുഅ്മിനീങ്ങളുടെ ഖബറ് ശരിയാവാനും ഒരുപാട് മുഅ്മിനീങ്ങളുടെ മുഖവും നെഞ്ചും കിബിലയിലേക്കാവാനും KMIC കാരണമായിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിലേക്കൊക്കെയും KMICയുടെ പ്രവർത്തകരുടെ മുഴുവാളുകളുടെ ഖബറിലേക്കും അതിന്റെ മിസ്ലു സവാബ് എത്തിച്ച് ഔ ഇൽമുൻ യുൻദഫഉ ബിഹി, നാളെ ഖബറിൽ ഉപകരിക്കുന്ന രണ്ടാമത്തെ ഒരു അമല് നാഫിയായ ഇൽമാനെന്ന് പറഞ്ഞ ഇൽമിന്റെ കൂട്ടത്തിൽ അല്ലാഹു തആല പറഞ്ഞതും കേട്ടതും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തതൊക്കെയും ആക്കി തീർക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് തൽക്കാലം ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കുന്നവർക്കൊക്കെ തോന്നിയേക്കാം 2 മണിക്കൂറായി മയ്യത്തൊന്നും ഖബറടക്കിയിട്ടില്ല, നിങ്ങൾക്ക് തോന്നിയേക്കാം. തോന്നിയവർക്ക് തോന്നാം, തോന്നാത്തവർക്ക് തോന്നാതിരിക്കാം. എനിക്ക് വിരോധമില്ല. വളരെ ഗൗരവമാറിയ മറ്റു ചില കാര്യങ്ങൾ കൂടി മയ്യത്ത് ഖബറടക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മുതല് വെക്കാണ്. മുതല് വെച്ചിട്ട് പിന്നുള്ളവർക്ക് സുന്നത്താ. പിന്നെ തെൽക്കീനാണോ ആദ്യം ചെല്ലേണ്ടത്, തസ്ബീത്താണോ ആദ്യം ചെല്ലേണ്ടത്, 3 പിടി മണ്ണ് വാരിയിടേണ്ടത് ഖബറിന്റെ എടുത്തു നിൽക്കുന്നവർക്ക് മാത്രമാണോ സുന്നത്ത്, ദൂരത്ത് പള്ളിപ്പറമ്പിന്റെ ദൂരത്ത് നിൽക്കുന്നവർക്കും ഇത് സുന്നത്താണോ, പോലോത്ത പല ചർച്ചകളൊക്കെയും അതൊക്കെ ഒരു സുന്നത്തായ കാര്യങ്ങളാണ്. ഒരു സുന്നത്ത് ഒഴിവായിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്റെ മുഅ്മിനീങ്ങൾ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോ ഈ KK ചുമരിലേക്ക് അല്പം ഒന്ന് ചാരി വെച്ച് മയ്യത്ത് ഖബറടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനും മയ്യത്തും KK ചുമരും ബന്ധമില്ലാത്ത രൂപത്തില് പൂർണ്ണമായും ഖബറ് കിബിലക്ക് കുഴിച്ച് ആ മയ്യത്തിനെ പൂർണ്ണമായും മുഖവും നെഞ്ചും കിബിലയിലേക്കാക്കി മറമാടുന്ന ഉത്തരവാദിത്തം നമ്മുടെ മഹല്ലത്തുകളിലൊക്കെയും ബന്ധപ്പെട്ടവരെ അറിയിക്കണം. ഞാൻ സാധുവായ ഞാൻ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും അവിടെയുള്ള ഉസ്താദന്മാര് പറയുന്നൊരു മറുപടി, ഉസ്താദെ ഇത് ഇവിടെ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല, ഇവിടെ ഇപ്പൊ കുറെ കാലായിട്ട് ഇങ്ങനെ തന്നെ. പക്ഷെ അങ്ങനെ ആരും പറയരുത്. ഞാൻ ഈ ക്ലാസിന്റെ തുടക്കത്തില് ഞാനൊരു മഹല്ലത്തിൽ ജോലി ചെയ്യുമ്പോ 15 കൊല്ലത്തിനു ശേഷമുള്ളൊരു അവസ്ഥ മാറ്റിയെടുത്ത അത് നമ്മുടെ ധൈര്യവും നമ്മുടെ ഇഖ്ലാസും നമ്മുടെ പെരുമാറ്റ ശൈലിയും ശരിയായി വന്നാൽ ഏതു മഹല്ലത്തിലും തെറ്റായ അവസ്ഥകള് നമ്മളത് ചൂടാവല്ല. നമ്മൾ ആദ്യം പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും അതേമായിക്കുന്ന കുയ്യം മുക്രിമാരേക്കും വ്യക്തിപരമായി കണ്ട് ഓരോരുത്തരും അങ്ങനെ ഒരു തെറ്റായ വശം നടക്കുന്നുണ്ടല്ലേ, എന്നാ നമ്മൾ അതൊന്ന് ശരിയാക്കി എടുക്കണം എന്ന് യോഗം വിളിക്കണം. അത് തെറ്റുള്ളോട്ട് ഞാൻ പറഞ്ഞോ.
നമ്മൾ കിബില ശരിയാവാത്ത ഒരുപാട് മഹലുണ്ട്. അത് നിങ്ങളെ ഒന്ന് നോക്കിച്ചോലോണ്ടു. ഞാൻ ആക്ഷേപിക്കല്ലേ. അബൂ റയ്യാൻ ക്ലാസ് എടുത്തിട്ട് കേരളത്തിലൊന്നും മറമാന് അങ്ങനെ ആരും പറയരുത്. ഒന്ന് നിങ്ങൾ പരിശോധിച്ചോലി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥകൾ അവനവന്റെ നാട്ടിലെ അവസ്ഥ അവനവനാൻ പരിശോധിച്ചോലി. അപ്പൊ വെള്ളിയാഴ്ച പള്ളിക്ക മൈക്കെത്തിങ്ങാണ്ട് നിങ്ങൾ കബറടക്കുന്നത് ശരിയല്ല, എന്താ നാട്ടിലെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ആദ്യം ഉറപ്പാ. അങ്ങനെയല്ല, തെറ്റാണ് കണ്ട ആദ്യം പ്രസിഡന്റിനെ വിളിക്കുക, കാര്യം ബോധ്യപ്പെടുത്തുക. അങ്ങനെ എനിക്ക് ഉസ്താദെ നമ്മക്കാണൊന്ന് നോക്കണല്ലോ. പ്രസിഡന്റ് അത് ശരിയാക്കാലെത്തി, പിന്നെ സെക്രട്ടറി, പിന്നെ ഖജാൻജി, പിന്നെ അങ്ങനെ ഒരാഴ്ചയായിട്ട് അങ്ങോട്ട് മെനക്കര, പിന്നെ കുയ്യമ്മുക്കിരി. അപ്പൊ പൊതുവിൽ എല്ലാവരും വ്യക്തിപരമായി എത്തിച്ചേർന്നു. നമുക്കിന്ന് അങ്ങനെ ഒരു കിബിലത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കണം. ഇന്നത്തെ യോഗം വിളിച്ചു നോക്കി, പെട്ടെന്ന് കാര്യം തീരുമാനമായി. കാരണം വ്യക്തിപരമായി ഓരോരുത്തരെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ചിരിക്കുന്നു. അപ്പൊ പ്രസിഡന്റും പറഞ്ഞ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ സെക്രട്ടറിയും പറഞ്ഞു ആയിക്കോട്ടെ, ഖജാൻജിയും പറഞ്ഞു ആയിക്കോട്ടെ, കുയ്യമ്മുക്കിലും പറഞ്ഞു ആയിക്കോട്ടെ. സംഗതി ഒരു മഹല്ലത്തില് ഒരു വലിയൊരു ഉത്തരവാദിത്താണ് നമ്മൾ നിറവേറ്റുന്നത്. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഓന് ഏൽപ്പിക്കാരനായിട്ടാണ് അതൊക്കെ എന്താച്ചോ പറഞ്ഞോട്ടെ. നമ്മുടെ ഉത്തരവാദിത്തം ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തി വൽ ഹസന എന്നുള്ള ഔകമാക്കാൽ ആ ഉത്തരവാദിത്തം നിറവേറ്റുക. ഇതിന്റെ ബാക്കി കുറച്ചു ഭാഗം കൂടി നിർബന്ധമായി അറിയേണ്ട കുറച്ചു ഭാഗം കൂടിയുണ്ട്. ഇനി ആരെങ്കിലും ഇനി അരമായിക്കന്ന ഖബറിൽ മുഖത്തേറ്റ് വെക്കുക, അങ്ങനെയൊക്കെ ചില പരിപാടി ഉണ്ടല്ലോ. എല്ലാം നമുക്ക് പറയണം. ചിലവര് വിചാരിച്ചത് മുക്കിലിങ്ങനെ എഴുതിയിട്ട് മുഖത്ത് എഴുതുക, മുങ്കനക്കേന്ന് കത്തുവെക്കാണ്. ഇവൻ ആല് പോക്കാണ്. ഇവൻ ചെലവുണ്ടായപ്പോ എന്നും മത്തിയാണ് വാങ്ങിത്തന്നത്, എന്നും ചെറുപയറും ദോശയാണ്, വേണ്ടതുപോലെ കൈകാര്യം ചെയ്തോന്നെല്ലാം മുഖത്തെഴുത്തില്. അതിലെന്താണ് ആ മുഖത്തെഴുത്ത് അങ്ങനെ എവരെ വെക്കേണ്ടത്? നിങ്ങൾ കേട്ടിട്ടില്ലേ? മൊല്ലാക്കാക്ക് തൽക്കീനെഴുതിയ കായിത്തണം, കുത്തി നരകത്തിക്കായ മുഖത്തെഴുത്തിന്റെ കായിത്തണം, കുത്തി നരകത്തിക്കായാലും മതിയില്ല. അപ്പൊ അതുകൊണ്ട് അതെന്താണ് എഴുതേണ്ടത്? അത് നേരെ മയ്യത്തിന്റെ മുകളിലാണോ വെക്കേണ്ടത്? അങ്ങനെ ഒരുപാട് തെറ്റായ പലതും ഖബറിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ടപ്പെട്ടവരെ റാഹത്തായി ഖബറടക്കാനും നമ്മുടെ മയ്യത്ത് റാഹത്തായ നിലക്ക് ഖബറടക്കുന്നവരെ നമ്മുടെ മരണസമയം എത്തിക്കാനും അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവർക്കും വേണ്ടി ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പേര് മറന്നുപോയി. അള്ളാഹു തആല നമ്മുടെ വേങ്ങര യൂസുഫ് മുസ്ലിയാരും മരിച്ച 3 നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ വല്ലിപ്പയാണ്. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവരോടൊപ്പം സ്വർഗീയ ലോകത്ത് ആനന്ദിക്കാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ വസിയ്യത്തോടെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ മസ്അലകളിൽ കേട്ട ഉസ്താദന്മാരിൽ ആർക്കെങ്കിലും എതിര് കണ്ടവരോ അല്ലെങ്കിൽ കാര്യപ്പെട്ട വച്ച ഉസ്താദന്മാരും പറഞ്ഞു മനസ്സിലാക്കി തന്നതോ എതിരായി ഉണ്ടെങ്കിൽ സാധുവായ എന്ന വിവരം അറിയിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.